ഗുഡ് ഈവനിങ് എവരിവൺ. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ലാറ്റെക്കിലെ വളരെ ബേസിക് ആയിട്ട് ഒരു പ്രൊജക്ട് ഒക്കെ എങ്ങനെ ടൈപ്പ് ചെയ്യാം അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ ലാറ്റെക്ക് വെച്ചിട്ട് നമുക്ക് ഗ്രാഫുകൾ, അതായത് നമ്മൾ ഗ്രാഫ് തിയറി ഗ്രാഫുകൾ മാത്രമല്ല, സാധാരണ എക്സ്ട്രാ പ്ലെയിനിലൊക്കെ വരയ്ക്കുന്ന ഗ്രാഫുകളും 3 ഡയമെൻഷനിൽ വരയ്ക്കുന്ന ഗ്രാഫുകളും എല്ലാം ശരിക്കും ലാറ്റെക്കിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പം അതിൽ വളരെ ബേസിക് ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വെച്ചിട്ടാണ് ഒരു മീറ്റിംഗ് വെച്ചത്. അതിൽ തന്നെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇതുപോലൊക്കെ എങ്ങനെയൊക്കെ വരയ്ക്കാം, പിന്നെ ഇതുപോലത്തെ ഗ്രാഫുകളൊക്കെ ഉണ്ട്, ട്രീ എല്ലാം പോലത്തെ, ഇതൊക്കെ എങ്ങനെ വരയ്ക്കാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് നമ്മൾ ഏറ്റവും അവസാനം ഇതെങ്ങനെ വരയ്ക്കുക എന്നുള്ള ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ കാണിച്ചുകൊണ്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, കേൾക്കുന്നുണ്ട് വിചാരിക്കുന്നു. കേൾക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ. പ്രസന്റേഷൻ ആയതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റില്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് വോയിസ് ഓൺ ആക്കിയിട്ട് പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും വരികയാണെങ്കിൽ അപ്പോൾ ജസ്റ്റ് അൺമ്യൂട്ട് ആക്കിയിട്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ലാറ്റെക്കിൽ എങ്ങനെ നമ്മൾ ഡ്രോയിങ് എല്ലാം ചെയ്യാം എന്നാണ് നമ്മൾ ഫസ്റ്റ് പറയുന്നത്. അപ്പം അതിന് നമ്മൾ ടിക്സ് പാക്കേജ് വെച്ചിട്ടാണ് നമ്മൾ ലാറ്റെക്കിൽ കാര്യങ്ങൾ വരയ്ക്കുന്നത്. അതായത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരയ്ക്കാൻ ടിക്ക് സി പാക്കേജും, പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് PGF ഫ്ലോട്ട് പറഞ്ഞ വേറൊരു പാക്കേജ് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ തൽക്കാലം ടിക്ക് പാക്കേജിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ടിക്സ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക എന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പാക്കേജ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഫോണിൽ പുതിയ അപ്ഡേഷൻ കൊടുക്കുന്ന പോലെ ഒരു സാധനം ഒരു അപ്ഡേഷൻ കൊടുക്കുന്ന സംഭവമാണ് പാക്കേജ്. നമ്മൾ നമ്മുടെ പ്രിയാമ്പിളിൽ, അതായത് ഏറ്റവും തുടക്കത്തിൽ ബിഗിൻ ഡോക്യുമെന്റ് എല്ലാം തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ യൂസ് പാക്കേജ് ഇതങ്ങ് അടിച്ചു കൊടുക്കുക, ടിക്സ്. ഇത് വെച്ചിട്ടാണ് നമ്മുടെ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത് വേറെ ഒന്നല്ല, ഇത് അന്നത്തെ അതേപോലത്തെ ജസ്റ്റ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള ചെറിയൊരു സാമ്പിൾ ഒരു ഫയലാണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് അറിയേണ്ടത് ഈ നോഡ് പറഞ്ഞാൽ എന്താണ് എന്നാണ്. നമ്മൾ ഇപ്പോൾ നമുക്ക് ഒരു പേപ്പറിൽ ഒരു സംഭവം വരയ്ക്കണമെങ്കിൽ, അതായത് നമുക്ക് കൈകൊണ്ട് വരയ്ക്കാം, പക്ഷെ കമ്പ്യൂട്ടറിന് നമുക്ക് എവിടെയൊക്കെയാണ് പോയിന്റുകൾ വരയ്ക്കേണ്ടത്, എവിടെ നിന്ന് മുതൽ എവിടെ വരെയാണ് വരയ്ക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ. അപ്പം അതിന് പോയിന്റുകൾ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ നമ്മൾ മാത്സിൽ യൂസ് ചെയ്യുന്ന പോലെ കാർട്ടീഷ്യൻ പ്ലെയിനിലെ പോയിന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ നമ്മൾ ചെറിയ ക്യാൻവാസ് എടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ ക്യാൻവാസിൽ ഓരോ പോയിന്റ് സ്പെസിഫൈ ചെയ്യുന്ന സാധനത്തിനാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വരയ്ക്കണമെങ്കിലും നമുക്ക് നോഡ് വേണം. അതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. നോഡ് ഇല്ലാണ്ടും വരയ്ക്കാം, അത് നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ. നമുക്ക് ബേസിക് ആയിട്ട് ഇപ്പോൾ ആദ്യം വേണ്ടത് നോഡാണ്. ഇപ്പം നോഡിന്റെ സിൻടാക്സ് ആണ് ഇത് കാണുന്നത്. അതായത് നമ്മൾ സിൻടാക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ എന്താ ഒരു ഉദാഹരണം പറയാം, നമ്മളിപ്പോൾ ഫിഗർ ഒക്കെ ഇൻസേർട്ട് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കണ്ടിട്ടില്ലേ, ബിഗിൻ ഫിഗർ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫിഗർ കൊടുക്കുന്ന കമാൻഡ്, അത് എൻഡ് ഫിഗർ. ആ ഒരു സ്ട്രക്ചറിനെയാണ് സിൻടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോഡ് കൊടുക്കാനുള്ള സ്ട്രക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ തുടങ്ങുന്നത് \നോഡ്, പിന്നെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ആണ്. ഈ സ്ക്വയർ ബ്രാക്കറ്റിലാണ് നമ്മുടെ സ്റ്റൈലുകൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇതാണ് സ്റ്റൈൽ സ്പെസിഫൈ ചെയ്യാനുള്ള ബോക്സ്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ നോഡ് ചിലപ്പോൾ പോയിന്റ് ആവാം, വല്ല സർക്കിൾ ആവാം, റെക്ടാങ്കിൾ ആവാം, എന്ത് വേണമെങ്കിലും ആവാം നോഡ്. ആ സാധനം നമ്മുടെ ഹലോ നോഡ്. ഹലോ നവീൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് സ്ക്രീൻ കാണുന്നില്ല, എനിക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. റേഞ്ച് ഇല്ലാത്തോണ്ടാണെന്ന് അറിയില്ല. ബാക്കി എല്ലാവരും കാണുന്നുണ്ടോ? ബാക്കിയുള്ളവരൊന്ന് പറഞ്ഞേ, നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ടോ?
ഓക്കെ ആണ്. ഓക്കെ, ബാക്കിയുള്ളവർക്ക് കിട്ടുന്നുണ്ട്. ആ ഓക്കെ, ആയിക്കോട്ടെ ഹബി, കണ്ടിന്യൂ. ഇവിടെയാണ് നമ്മൾ ഫസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിലാണ് സ്റ്റൈല് സ്പെസിഫൈ ചെയ്യുന്നത്. ഇപ്പൊ സ്റ്റൈല് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എന്താ പറയാ, സ്ക്വയറിന്റെ അല്ലെങ്കിൽ നമ്മുടെ നോഡിന്റെ കളർ ആവാം, അല്ലെങ്കിൽ നോഡ് വരച്ചിരിക്കുന്ന രീതിയാവാം. അതായത് ഇപ്പോ നോഡ് നമ്മൾ കണ്ടിന്യൂസ് ലൈൻ കൊണ്ട് വരച്ചേക്കാം, അല്ലെങ്കിൽ ഡോട്ടഡ് ലൈൻസ് കൊണ്ട് വരയ്ക്കാം, അല്ലെങ്കിൽ പല സിഗ്സാഗ് ആയിട്ട് വരയ്ക്കാം. അങ്ങനെ പല 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 സ്റ്റൈലുകളുണ്ട്. അതാണ് ഫസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിൽ. പിന്നെ സെക്കൻഡ് സ്ക്വയർ ബ്രാക്കറ്റിൽ സെക്കൻഡ് ബ്രാക്കറ്റിൽ നമ്മൾ എന്താണ്, നമ്മുടെ റെഫറൻസ് ലേബലാണ്. അതായത് നമുക്ക് നമ്മൾ എന്താണ് ബിബ്ലിയോഗ്രഫി അല്ല, നമ്മൾ ഫിഗറൊക്കെ അതായത് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഫിഗർ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഫറൻസ് ലേബലൊക്കെ കൊടുത്ത് തുറക്കുന്നില്ലേ, ഈ ബാക്ക് സ്ലാഷ് ലേബിൾ എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ സംഭവങ്ങൾ, അതുപോലത്തെ സംഭവമാണ്. അതായത് പിന്നീട് നമുക്ക് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പിന്നീട് ഒരു സ്ഥലത്ത് ഈ നോഡിനെ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് റെഫറൻസ് ലേബിൾ. അപ്പൊ അത് നമുക്ക് എന്തെങ്കിലും, നമുക്ക് തൽക്കാലത്തേക്ക് ഇപ്പൊ എ എന്ന് കൊടുക്കാം, ബി എന്ന് കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കൊടുക്കാം. പിന്നീട് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ഈ എ ബി സി വെച്ചിട്ടായിരിക്കും നമ്മൾ റെഫർ ചെയ്യുക. അപ്പൊ അതായത് പിന്നീട് നമ്മൾ സ്ഥലത്ത് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എന്റെ അർത്ഥം ഈ നോഡായിരിക്കും. ഓക്കെ, അതാണ് നമ്മുടെ റെഫറൻസ് ലേബിൾ. പിന്നെ ഈ എക്സ് വൈ എന്ന് പറഞ്ഞാണ് കോർഡിനേറ്റ്. അതായത് നമ്മൾ സാധാരണ കാർട്ടീഷ്യൻ പ്ലെയിനിൽ 0 0 ആവാം, 1 0 ആവാം, എന്ത് വേണേലും ആവാം. കാർട്ടീഷ്യൻ പ്ലെയിനിൽ നമ്മൾ എവിടെയാണോ നോഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പോയിന്റ്. പിന്നെ ഇതാണ് നമ്മുടെ ലേബൽ. അതായത് നമ്മളിപ്പോ തൽക്കാലം ഞാൻ എക്സിബിറ്റിംഗ് ലേബൽ എന്ന് പറയാം. അതായത് ഈ ലേബലിന്റെ അർത്ഥം എന്താ വെച്ചെങ്കിൽ, ഈ കേളി ബ്രാക്കറ്റിൽ കൊടുക്കുന്ന ലേബൽ എക്സിബിറ്റിംഗ് ലേബലാണ്. അതായത് നമ്മുടെ എന്താണ്, നമ്മുടെ ഫിഗർ വരച്ചു വരുമ്പോൾ അവിടെ നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് സ്ക്വയർ വരയ്ക്കണം വിചാരിച്ചോ, ആ സ്ക്വയറിന് ഒരു പേര് ഞാൻ ഇവിടെ എ എന്ന് പറഞ്ഞു കൊടുക്കുക. ഈ എ, ഈ എക്സിബിറ്റ് ചെയ്യുന്ന, ഈ പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്ന എക്സിബിറ്റ് ചെയ്യുന്ന ആ ലേബൽ, അതിനെയാണ് എക്സിബിറ്റിംഗ് ലേബൽ എന്ന് പറയുന്നത്. അത് നമ്മൾ എക്സാമ്പിൾ നോക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കാണും. ഓക്കെ, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. എൻ്റെ നമ്മള് നമ്മുടെ ടെക് ഫയൽ എടുത്തു, നമ്മൾ പാക്കേജ് കൊടുത്തിട്ടുണ്ട്, ടിക്സ് പാക്കേജ് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ജസ്റ്റ് നോഡ് ഡിഫൈൻ ചെയ്യാം. നമ്മള് ഓക്കെ, ഈ നമ്മുടെ ആദ്യം ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളിപ്പോ ഫിഗർ ഒക്കെ നമ്മൾ ബിഗിൻ ഫിഗർ പറഞ്ഞൊരു എൻവയോൺമെന്റിലേക്ക് കൊടുക്കുന്നത്, അതേപോലെ ഇവിടെ ബിഗിൻ ടിക്സ് പിക്ചർ എന്ന് പറഞ്ഞൊരു ടിക്സ് പിക്ചർ എന്നും പ്രൊനൗൺസ് ചെയ്യുന്നവരുണ്ട്. ഞാൻ തൽക്കാലം ടിക്സ് പിക്ചർ എന്ന് പറയുന്നത്. ടിക്സ് പിക്ചർ പറഞ്ഞിട്ട് എൻവയോൺമെന്റിലാണ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ ബിഗിൻ ഫിഗർ എൻഡ് ഫിഗർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് ക്യാപ്ഷനൊക്കെ കൊടുക്കാം, അതൊക്കെ യൂസ് ചെയ്യാം. തൽക്കാലത്തെ യൂസിന് നമുക്ക് ഇത് മതി. അപ്പൊ നമുക്ക് ഇവിടെ ഒരു നോഡ് ഡിഫൈൻ ചെയ്യാം. ഒരു നോഡ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സിൻടാക്സിൽ കൊടുക്കണം. ഫസ്റ്റ് എന്തായിരുന്നു, ബാക്ക് സ്ലാഷ് നോഡ്, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ് ആണ്, സ്ക്വയർ ബ്രാക്കറ്റ്. അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു, പിന്നെ സാധാ ബ്രാക്കറ്റ്, പിന്നെ അറ്റ് നമ്മുടെ കോർഡിനേറ്റ് തൽക്കാലം ഞാൻ ഒറിജിന കൊടുക്കുന്നത് 0 0 0 0. പിന്നെ നമ്മുടെ ഈ ലേബൽ എക്സിബിറ്റിംഗ് ലേബൽ ഞാൻ തൽക്കാലം എ എന്ന്, ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞു കൊടുക്കും. അതായത് നമുക്ക് നമ്മുടെ ഫിഗറിൽ എ എന്ന് വരണം. ഇപ്പൊ ഞാനിവിടെ സ്റ്റൈൽ ഒന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല. റെഫറൻസ് ലേബൽ ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ആൽഫബറ്റ് കൊടുക്കുക, എക്സ് പറഞ്ഞു കൊടുക്കാം. റീകമ്പൈൽ അടിച്ചു നോക്കാം നമുക്ക് എന്താ വരുന്നത്. യാ, ഒരു സെമി കോളൻ ഇടണം, അത് വിട്ടുപോയി. യാ, സെമി കോളനും കൂടി ഇടണം. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ്, അതായത് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് ഒരു എ എന്ന് പറഞ്ഞ സാധനം വന്നു. അതായത് നമ്മൾ ക്യാൻവാസിൽ ഇതാണ് ഒറിജിൻ ആയിട്ട് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഈ ടിക്സ് പിക്ചറിൽ ബാക്കി എന്ത് കോർഡിനേറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഒറിജിൻ ആയിട്ട് വിത്ത് റെസ്പെക്ട് ടു ദിസ് ഒറിജിൻ ആയിരിക്കും ബാക്കി പോയിന്റ്സ് എല്ലാം ഡിഫൈൻ ചെയ്യുക.
ഇനി നമുക്ക് ഞാൻ കുറച്ചുകൂടി ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ഒരു ഈ നോഡിനെ ഞാൻ പല പല ഷേപ്പുകളായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിന് ജസ്റ്റ് പറയാം. ഷേപ്പ് നമുക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ള ഷേപ്സ് ആണ് ഒന്ന് സർക്കിള്, പിന്നെ ഒന്ന് റെക്ടാങ്കിൾ. ഈ രണ്ട് ഷേപ്പ് നമുക്ക് ഡിഫോൾട്ട് ആയിട്ട് ലാറ്റക്സിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇത് കൊടുക്കാൻ നമ്മൾ സ്റ്റൈലിന്റെ എന്താണ് സ്ക്വയർ ബ്രാക്കറ്റിൽ ഷേപ്പ് ഈക്വൽ ടു ഈ സർക്കിൾ അല്ലെങ്കിൽ റെക്ടാങ്കിൾ കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ നോഡ് ഈ സ്ക്വയർ ബ്രാക്കറ്റ് ആണ് നമ്മുടെ സ്റ്റൈലിന്റെ ബ്രാക്കറ്റ്. സ്റ്റൈലിൽ നമ്മൾ ഷേപ്പ് സർക്കിൾ കൊടുത്തു. നമ്മൾ വെറുതെ സർക്കിൾ കൊടുത്തോണ്ടായില്ല, അത് വരയ്ക്കണം. എന്തേലും കളർ കൊണ്ട് വരയ്ക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു കമാൻഡ് ഉണ്ട്, ഡ്രോ എന്ന് പറഞ്ഞൊരു കമാൻഡ്. ഡ്രോ ഈക്വൽ ടു നമുക്ക് വരയ്ക്കേണ്ട കളർ ബ്ലാക്ക്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു സർക്കിൾ അവിടെ വന്നു കണ്ടോ. ഇപ്പൊ ഒറിജിൻ എന്ന പോയിന്റിൽ ഒരു സർക്കിളും ആ സർക്കിളിനെ ലേബിൾ ചെയ്തിട്ട് എയും വന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഡ്രോ ബ്ലാക്ക് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിൽ സർക്കിൾ വരില്ല. അതായത് സർക്കിൾ അവിടെ ഉണ്ടാവും, പക്ഷെ ഇൻവിസിബിൾ ആയിരിക്കും. ഓക്കെ, ഇൻവിസിബിൾ ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ വിസിബിൾ ആക്കാൻ വേണ്ടി ഏതെങ്കിലും കളർ കൊണ്ടിട്ട് വരയ്ക്കണം. ഇനി നമുക്ക് സർക്കിളിന് പകരം ഞാൻ റെക്ടാങ്കിൾ ആക്കാം. റെക്ടാങ്കിൾ. അപ്പൊ എന്താ സംഭവിക്കാൻ നോക്കാം. റെക്ടാങ്കിൾ ആയപ്പോ ഒരു കുഞ്ഞ് റെക്ടാങ്കിൾ. റെക്ടാങ്കിൾ അല്ല, നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ വരുന്നത് ഒരു സ്ക്വയർ ആണ്. നമ്മൾ ഈ സ്ക്വയറിനെ നമുക്ക് റെക്ടാങ്കിൾ ഫോമിലാക്കണം. അതായത് ഓപ്പോസിറ്റ് സൈഡ്സ് മാത്രം ഈക്വൽ. അതായത് നമ്മൾ റെക്ടാങ്കിൾ, അതായത് സ്ക്വയർ അല്ലാത്ത റെക്ടാങ്കിൾ അല്ലേ, ആ ഫോമിലേക്ക് ആക്കണമെങ്കിൽ നമ്മൾ വേറെ കുറച്ച് കമാൻഡുകൾ അടിക്കണം. അത് പിന്നീട് ലാസ്റ്റിലോട്ടേക്ക് നമ്മൾ അതൊരു സാധനം പഠിക്കും. അപ്പൊ നമ്മൾ കാണിക്കും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ തൽക്കാലം ഡിഫോൾട്ട് ആയിട്ട് സർക്കിൾ ഉണ്ട്, റെക്ടാങ്കിളും ഉണ്ട്. ഓക്കെ, ഇനിയും കുറച്ചുകൂടി എക്സോട്ടിക് ആയിട്ടുള്ള കുറെ ഫിഗേഴ്സ് ഉണ്ട്. അതായത് സ്റ്റാർ ഉണ്ട്, ഡയമണ്ട് ഉണ്ട്, പിന്നെ പോളിഗൺസ് ഉണ്ട്. അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ടിക്സിന്റെ ഒരു ലൈബ്രറി ആക്സസ് ചെയ്യണം. അതായത് ഷേപ്പിന്റെ ലൈബ്രറി ഉണ്ട്. ഷേപ്പ് ലൈബ്രറി പറഞ്ഞ സാധനം ആക്സസ് ചെയ്യണം. അപ്പൊ നമ്മൾ അതിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിയാമ്പിളിൽ നമ്മൾ എന്താ കൊടുക്കുക, യൂസ് ടിക്സ് ഉണ്ട്, സയാൻ എന്ന് പറഞ്ഞ കളർ ഉണ്ട്, പിന്നെ ലൈറ്റ് ഗ്രേ, വൈറ്റ് ഉണ്ട്, വയലറ്റ് ഉണ്ട്, ടീൽ ഉണ്ട്, ഒലീവ് ഉണ്ട്, അങ്ങനെ പല പല കളേഴ്സ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കളേഴ്സ് മിക്സ് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ എനിക്കൊരു 70% സയാനും ഒരു 30% ഒരു ഏത് കളർ പറയാ, റെഡും വേണം വിചാരിച്ചോ. അപ്പൊ ഞാൻ സയാൻ സ്പെസിഫൈ ചെയ്തു, അതിനുശേഷം എക്സ്പ്ലനേഷൻ മാർക്ക്. അത് കഴിഞ്ഞിട്ട് എനിക്ക് 70% വേണം സയാൻ, 70 ഇട്ടു. ബാക്കി 30%, അതായത് ബാക്കി വരുന്ന ശതമാനം എനിക്ക് റെഡ് വേണം. അപ്പൊ വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ മാർക്ക് ഇട്ടിട്ട് വേണ്ട റെഡ് എന്ന് പറഞ്ഞ് എഴുതുന്നു. അപ്പൊ രണ്ടും കൂടി മിക്സ് ആയിട്ട് വരും. കണ്ടോ, സയാനും റെഡും കൂടി ചേർന്നപ്പോൾ ഒരു ഇരുണ്ട കളർ വന്നു. ഈ ഒരു ഈ പ്രൊപ്പോർഷനിലാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പല പല കോമ്പിനേഷനിൽ മിക്സ് ചെയ്യാം, പല പല പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്യാം. ഓക്കെ, അങ്ങനെയൊക്കെ പല പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഫില്ല് ചെയ്യുന്ന പരിപാടിയായി, ഷേപ്പ് ആക്കുന്ന പരിപാടിയായി. ഇനി എന്താ ചെയ്യാം. ഓക്കെ, ഈ ഡ്രോ കമാൻഡ് ഇല്ലേ, നമ്മൾ എന്താണ് ഡ്രോ ഈക്വൽ ടു ബ്ലാക്ക് കളറിൽ ബോർഡർ വരച്ചു അല്ലേ. അതായത് നമ്മുടെ റെഗുലർ പോളിഗൺ വരച്ചു. ആ ഞാൻ എന്താണ് നമ്മുടെ ബോർഡറല്ല വരച്ചത്. ആ ബോർഡർ നമുക്ക് എങ്ങനെ വീണ്ടും സ്റ്റൈലാക്കാം, അതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പൊ ഞാൻ തൽക്കാലം ഇപ്പൊ ഈ ഒരു സെറ്റപ്പ് എല്ലാം മാറ്റി നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ഷേപ്പിലേക്ക് കൊണ്ടുവരാം. സർക്കിൾ ഡ്രോ ഏതാ കളർ, നമുക്ക് ബ്ലാക്ക് തന്നെ മതി. ബ്ലാക്ക് ഇത്ര മതി, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രം. ഇനി എനിക്ക് ഈ ഡ്രോനെ കുറച്ച്, അതായത് മോഡിഫൈ ചെയ്യണം, കുറച്ചുകൂടി അടിപൊളിയാക്കണം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ബ്ലാക്ക് ഉണ്ട്, അത് ഓക്കെ.
ബ്ലാക്ക് കൂടാണ്ട് വേറെ എന്തൊക്കെ ചെയ്യാം? നമുക്ക് നമുക്കിപ്പോ ഒരു സോളിഡ് ലൈൻ അല്ല. അതായത് നമുക്കിപ്പോ സോളിഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇടവിടാണ്ട് ഇങ്ങനല്ലേ വരച്ചേക്കുന്നേ. അതിന് പകരം ഞാൻ ഡോട്ടഡ് ലൈൻസ് വരയ്ക്കാം. അതിപ്പോ എങ്ങനെ വരയ്ക്കുക? ഈ ബ്ലാക്ക് അതിന് ശേഷം ഒരു കോമ ഇടുക, ഡോട്ടഡ് എന്ന് അടിക്കുക. എല്ലാം വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ജസ്റ്റ് ഈ കമാൻഡുകൾ മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഡ്രോ ചെയ്യുക, ബ്ലാക്ക് ഡോട്ടഡ് ആയി. അപ്പൊ ഇങ്ങനെ കുത്തായി. ഡോട്ടഡിന് പകരം ഡാഷ്ഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിലോ, ഡാഷ്ഡ് ആണെങ്കിൽ വര വരും. ചെറിയൊരു സ്പേസ് കണ്ട വര വന്നു. പിന്നെ വേറെന്താ ചെയ്യാം? ഡോട്ടും ഡാഷും കൂടിയും അങ്ങോട്ടും അതായത് കാണിച്ചു തരാം. ഡോട്ടഡ് അതായത് ഇപ്പൊ നമ്മളിപ്പോ ഡാഷ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും, ഡോട്ടഡ് പറഞ്ഞാൽ എങ്ങനെ വരും. ഇനി ഒരു ഡാഷ് ഒരു ഡോട്ട്, ഒരു ഡാഷ് ഒരു ഡോട്ട്, ഒരു ഡാഷ് ഒരു ഡോട്ട് ഇങ്ങനെ വരണമെങ്കിൽ നമ്മൾ എന്താ കൊടുക്കുക? ഡാഷ് ഡോട്ടഡ് എന്ന് പറഞ്ഞിട്ട് കമാൻഡ് കൊടുക്കുക. ഡാഷ് ഡോട്ടഡ്. ഇപ്പൊ ഡാഷ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും കൂടി എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. ഇനിയും പല കമാൻഡുകളുണ്ട്. അതായത് ഈ ഡാഷ് തന്നെ കുറച്ച് ഡെൻസ്ലി ആയിട്ട്, അതായത് ഈ ഡാഷ് ചെയ്യുന്നതിന്റെ വളരെ ചെറിയ ഇടവിട്ടിട്ട് ഡെൻസ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഡെൻസ്ലി ഡാഷഡ് പറഞ്ഞു കൊടുക്കാം. പിന്നെ ലൂസ് ആയിട്ട് വെക്കണമെങ്കിൽ, അതായത് നല്ല സ്പേസ് ഇട്ട് ഡാഷ് വരയ്ക്കണമെങ്കിൽ ലൂസ്ലി ഡാഷഡ് എന്ന് വരയ്ക്കാം. അതേപോലെ ഡോട്ടഡിനും ഡെൻസ്ലി ഡോട്ടഡും ലൂസ്ലി ഡോട്ടഡും ഉണ്ട്. അതുപോലെ ഡാഷ് ഡോട്ടഡിനും ഉണ്ട് ഇതേ സംഭവം, ലൂസ്ലി ഡാഷ് ഡോട്ടഡും ഡെൻസ്ലി ഡാഷ് ഡോട്ടഡും. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി നോക്കും. അപ്പൊ നമുക്ക് ഡ്രോ കമാൻഡും നമ്മൾ സ്റ്റൈലൈസ് ആക്കി. ഇനി എന്താ നമുക്ക് ചെയ്യാം? ഇനി എന്ത് ചെയ്യാം? ഇതുവരെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് നോഡ് പറഞ്ഞു, നോഡിന്റെ കുറച്ച് സ്റ്റൈൽ ആക്കുന്ന പ്രോപ്പർട്ടീസ്. ഡൗട്ട് ഒന്നും ഇല്ല എന്ന് വിചാരിക്കണു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്ത് പറയാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്താ നോക്കുക? ഇനി നമുക്കിപ്പോ ഒരു നോഡ് വരച്ചു. നമ്മൾ നോഡ് പറഞ്ഞു വരച്ചു, പറഞ്ഞിട്ട് ലേബിൾ, അതായത് എക്സിബിറ്റിംഗ് ലേബിൾ വരച്ചു, ഒരു നോഡ് വരച്ചു. ഇനി എനിക്ക് ഈ നോഡ് വലുതാക്കണം, ചെറുതാക്കണം, അങ്ങനത്തെ ചെയ്യണം. സൈസുകൾ മാറ്റണം. അതിനെന്താ നമ്മൾ ചെയ്യാൻ നോക്കുക? സൈസുകൾ വലുതാക്കുന്ന ചെറുതാക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ലാറ്റക്സിലുള്ള ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്സിനെ പരിചയപ്പെടാം. അതായത് ഇപ്പൊ നമ്മൾ സാധാരണ ലൈഫിൽ യൂസ് ചെയ്യുന്നത് മില്ലിമീറ്റർ യൂസ് ചെയ്യും, സെന്റിമീറ്റർ യൂസ് ചെയ്യും, ഇഞ്ച് യൂസ് ചെയ്യും. ഇതൊക്കെയാണ് ലാറ്റക്സിലുള്ള കോഡുകൾ. അതിന് കറസ്പോണ്ടിങ് ചെയ്യുന്നത് മില്ലിമീറ്റർ, mm, സെന്റിമീറ്റർ, cm, ഇഞ്ചിന് IN. പിന്നെ ലാറ്റക്സിൽ വേറെ സംഭവം കൂടി യൂസ് ചെയ്യാറുണ്ട്, PT എന്ന് പറഞ്ഞ് യൂസ് ചെയ്യാറുണ്ട്. PT എന്ന് പറഞ്ഞാൽ 1 PT എന്ന് പറയുന്നത് ഒരു 0.35 മില്ലിമീറ്റർ എന്തോ ആണ് അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ PT ലെസ് ദാൻ ഈ ഫോർമുല വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ ലാറ്റക്സിലെ യൂണിറ്റ്സ് നമ്മൾ നോക്കി. ഇനി നമുക്ക് സൈസുകൾ എങ്ങനെ നോക്കാം. സൈസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സെപ്പറേഷൻ, ഇന്നർ സെപ്പറേഷൻ ഒരു റെക്ടാങ്കിളിൽ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ വേറൊരു റെക്ടാങ്കിൾ കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്കിപ്പോ വേറൊരു നോഡ് എന്താണ് എടുക്കുമ്പോൾ നമുക്കിവിടെ സെയിം കോർഡിനേറ്റ് ആകാൻ പറ്റില്ലല്ലോ. ഒരേ കോർഡിനേറ്റിൽ ഒന്നിൽ കൂടുതൽ നോഡ് ശരിയാവില്ല. അപ്പൊ നമുക്ക് വേറൊരു കോർഡിനേറ്റ് കൊടുക്കണം. അപ്പൊ ഞാൻ കുറച്ച് താഴത്ത് വേറൊരു കോർഡിനേറ്റ് കൊടുക്കും. അപ്പൊ താഴെ ആകുമ്പോൾ എന്താണ്, അതായത് ഒറിജിന്റെ കുറച്ച് താഴെ.
മൗസ് കാണുന്നുണ്ട് വിചാരിക്കണം. എനിക്ക് ഏകദേശം ഇവിടെ ആയിട്ട് വരണം എന്ന് വിചാരിച്ചു. അപ്പൊ എന്താ ചെയ്യുക, ഒറിജിനിൽ നേരെ താഴെ പോവുക, റൈറ്റിലോട്ടേക്ക് കുറച്ച് പോവുക. അപ്പൊ ഞാനിന്ന് ഏകദേശം എത്ര ഉണ്ടാവും, ഇതിപ്പോ 0 അല്ലേ, അപ്പൊ താഴോട്ട് പോയാൽ എന്താ ഉണ്ടാവുക, ഒരു 0 - 5 കൊടുക്കുക, റൈറ്റിലോട്ടേക്ക് പോയി. ഇപ്പൊ വേണമെങ്കിൽ 5 - 5 കൊടുക്കാം. 5 - 5 5 - 5 5 - 5 കാണുന്നില്ലല്ലോ. യാ 5 - ഇത്ര ഓക്കെ ഇരിക്കട്ടെ. 5 - 5 നമുക്ക് A എടുക്കുന്നുണ്ട് ഇപ്പൊ പുതിയത്. അപ്പൊ എനിക്ക് സർക്കിൾ അല്ല, റെക്ടാങ്കിൾ ആണ് വേണ്ടത്. റെക്ടാങ്കിൾ നോക്കാം നമുക്ക്. റെക്ടാങ്കിൾ എന്താ അവസ്ഥ നോക്കാം. ഒരു സ്ക്വയർ രൂപേണായിരിക്കും വരിക ഡിഫോൾട്ട് ആയിട്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, സ്ക്വയറിന് നമുക്ക് സ്ക്വയർ അല്ലാത്ത റെക്ടാങ്കിൾ ആ രീതിയിലേക്ക് ആക്കണമെങ്കിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് അതന്നെ, അതാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ഇന്നർ സ്റ്റെപ്പും മാത്രമല്ല, ഇവിടെ നമുക്ക് ഓക്കെ ഇന്നർ സ്റ്റെപ്പ് എന്താ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് നോക്കി വെക്കാം. ഇന്നർ സ്റ്റെപ്പ് ഞാൻ 5 മില്ലിമീറ്റർ കൊടുത്തപ്പോൾ എന്താ ഉണ്ടാവുക, 5 മില്ലിമീറ്റർ വരെ വലുതായി. ഓക്കെ, ഞാൻ എക്സ് അതായത് സോറി ഇന്നർ എക്സ് സ്റ്റെപ്പും ഇന്നർ വൈ സ്റ്റെപ്പും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ പോവുക. അതായത് ഹോറിസോണ്ടലും വെർട്ടിക്കൽ ലെങ്ത്തും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ പോവുക. അപ്പോൾ എനിക്കൊരു ഹോറിസോണ്ടൽ ലെങ്ത് ഒരു 10 മില്ലിമീറ്റർ വേണമെന്ന് വിചാരിച്ചോ. ഇന്നർ എക്സ് സ്റ്റെപ്പ് 10 മില്ലിമീറ്റർ കൊടുത്തു ഞാൻ ഹോറിസോണ്ടൽ ലെങ്ത്. ഇനി വെർട്ടിക്കൽ ലെങ്ത് ഇന്നർ വൈ അതൊന്നും കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമുള്ള യൂണിറ്റ് കൊടുക്കാം. അപ്പൊ കുറച്ചുകൂടി വലിയതാവുമെന്ന് മാത്രം. എന്താ ഇത് വല്ലാണ്ട് വലുതായി, അപ്പുറത്തേക്ക് പുറത്തോട്ടേക്ക് പോയി. എക്സ് ആക്സിന്റെ അത്ര വേണ്ട, ഒരു 6 സെന്റിമീറ്റർ മതി. ഓക്കെ, അപ്പൊ അതുമായി. ഇനി എന്താണ്, പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ നമ്മൾ ഇന്നർ സ്റ്റെപ്പും എന്താണ് ഓക്കെ ഇന്നർ സ്റ്റെപ്പ് എല്ലാം കൊടുക്കുമ്പോൾ ഇപ്പൊ ഞാൻ തൽക്കാലം സർക്കിളിന്റെ കേസ് മാത്രം എടുക്കുന്നുള്ളൂ. ഇതിന്റെ കോർഡിനേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ -4 കൊടുത്തു. ഇത് കുറച്ചുകൂടി താഴ്ത്തി ഇൻട്രാക്ഷനിൽ കുറച്ച് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ചൊരു അയ്യോ സോറി ഓക്കെ. ഒരു കാര്യം പറയാൻ പറ്റി, നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്ന കോർഡിനേറ്റ് ഉണ്ടല്ലോ, യാ അത് എന്ത് കോർഡിനേറ്റ് കൊടുത്തു കഴിഞ്ഞാലും ഇവിടെ തന്നെ വരുള്ളൂ. ഇനി ഇത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ളത്. അതായത് വിത്ത് റെസ്പെക്ട് ടു ദിസ് നമ്മൾ നേരത്തെ -5 കൊടുത്തപ്പോൾ താഴെ വന്നു. ഓക്കെ, നമ്മൾ ഇവിടെ -5 കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ തുടങ്ങുന്നത് തന്നെ -5 ആണെങ്കിൽ എന്താ ഇവിടെ വെച്ച് തുടങ്ങി. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് ഹെഡിങ് ഉണ്ട്, തൊട്ട് താഴെ തന്നെ തുടങ്ങി. -5 ആണ്. അപ്പൊ അതിന്റെ ഒറിജിൻ ഒക്കെ എവിടെ വരിക, മേളിൽ എവിടെയെങ്കിലും ആയിരിക്കും വരിക, ഇവിടൊക്കെ ആയിരിക്കും വരിക. അപ്പൊ നമ്മള് തുടക്കത്തിൽ എന്ത് കൊടുക്കുന്ന കാര്യമില്ല, നമ്മൾ രണ്ടാമത്തെ കൊടുക്കുന്നതാണ് നമുക്ക് മാറ്റാൻ പറ്റത്തുള്ളൂ. ആ ഒരു കാര്യം ഞാൻ പറയാൻ പറ്റും, ഞാനത് ഓർത്തില്ല. ഓക്കെ, തൽക്കാലം ഇപ്പൊ ഇവിടെ കിടക്കട്ടെ. ഇനി മെയിൻ ആയിട്ടൊരു കാര്യം, നമുക്കിത് ഇന്നർ സ്റ്റെപ്പ് ഞാനിപ്പോ 1 മില്ലിമീറ്റർ ആക്കി, അപ്പൊ ഇങ്ങനെ വന്നു. ഇനിയും ചെറുതായി കഴിഞ്ഞാല് നമ്മളിങ്ങനെ ചെറുതാക്കും തോറും ഈ എ എന്ന് പറഞ്ഞ ലേബല് അത് വെളിയിൽ പോവോ ഇല്ലയോ, അങ്ങനെ ഒരു ചോദ്യം വരും അവിടെ. ആക്ച്വലി ഉത്തരം എന്ന് പറയുന്നത് ഒരിക്കലും വെളിയിൽ പോവില്ല. കാരണം വെച്ചെങ്കിൽ നമ്മൾ ഇന്നർ സ്റ്റെപ്പ് എത്ര കൊടുത്തു കഴിഞ്ഞാലും അതൊക്കെ നമ്മൾ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ലേബൽ അനുസരിച്ചിട്ടാണ് അവര് വരച്ചു തരിക. അതായത് എത്ര ചെറുതായി കഴിഞ്ഞാലും എ ഇതേ സൈസിൽ ഇതിന്റെ അകത്ത് കിടക്കണം, അതാണ്ടാവും. അതായത് ഇപ്പൊ ഞാൻ എ ഒഴിവാക്കി വിചാരിച്ചോ, ലേബൽ ഇല്ലാണ്ട് ജസ്റ്റ് ഒരു സർക്കിളാ വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ കണ്ടോ 1 മില്ലിമീറ്ററിന്റെ റേഡിയസ് ഉള്ള ഒരു സർക്കിളായി.
എനിക്ക് ഇനിയും ചെറുതാക്കാൻ പറ്റും. 0.2 മില്ലിമീറ്റർ ആക്കാൻ പറ്റും. ഇനിയും ചെറുതാക്കാൻ പറ്റും. കണ്ടോ? പക്ഷെ എ എന്ന് പറഞ്ഞ ലേബൽ, അതായത് എന്തേലും ലേബൽ, ഇപ്പൊ ഞാൻ നവീൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ലേബലാണ്. നവീനെ ഉൾപ്പെടുത്തിയിട്ട് വേണം. കണ്ടോ? നവീൻ അത് എൻ്റെ അകത്ത് വേണം. എൻ്റെ പേര് എൻ്റെ അകത്ത് വേണം. ആ ഒരു മിനിമം റേഡിയസ് അവരെപ്പോഴും കീപ്പ് ചെയ്യും. നമ്മൾ എത്ര ചെറുതാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിനിമം റേഡിയസ് അവർ കീപ്പ് ചെയ്യും. അത് നമ്മളെപ്പോഴും ഓർത്ത് വെക്കുക. ഇനി നിങ്ങൾക്കുള്ളൊരു വർക്കാണ്. അതായത് നിങ്ങൾ ഗൂഗിൾ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അതായത് പിന്നീട് ഈ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ നോഡുകളുണ്ട്. ഇങ്ങനെ ഉണ്ട്. ഇപ്പൊ ഞാനിവിടെ നവി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എക്സ്, പിന്നെ ഇവിടെ എനിക്ക് വേറെ കുറെ ഉണ്ട്. ഇപ്പൊ ഇവിടെ കൊടുക്കുക A+B, എപ്സിലോൺ, എപ്സിലോൺ അല്ല ഇ, അങ്ങനെ പലതും കൊടുത്തിട്ടുണ്ട്. നമ്മള് ഗ്രാഫൊക്കെ വരയ്ക്കുമ്പോൾ പല പല സൈസിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. എല്ലാം ഒരേ യൂണിഫോം സൈസിലായിരിക്കുന്നതാണ് എപ്പോഴും ഒരു ഭംഗി. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മിനിമം ലെങ്ത് ഡിഫൈൻ ചെയ്യണം. മിനിമം ലെങ്ത്, അല്ല മിനിമം സൈസ് പറയാം. മിനിമം സൈസ് ഡിഫൈൻ ചെയ്യണം. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡാണ് മിനിമം സൈസ് ഈക്വൽ ടു എത്ര മില്ലിമീറ്റർ, എത്ര സെന്റിമീറ്റർ, അത് നമ്പർ. ഇത് നമ്മൾ ആ സ്റ്റൈലിനകത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, എല്ലാ സ്റ്റൈലിനകത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മിനിമം ലെങ്ത്, മിനിമം സൈസ് എല്ലാ നോഡിനും കാണും. അതായത് എല്ലാ നോഡിലും നമ്മൾ ആ സ്റ്റൈൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ചെയ്ത് നോക്ക്. എല്ലാം ഒരേ സൈസ് വരുന്നുണ്ടോ ഇല്ലയോ, കിട്ടുന്നില്ലെങ്കിൽ അത് ഗൂഗിൾ ചെയ്ത് നോക്ക്. എന്നിട്ടും ഇല്ലെങ്കിൽ മെയിൽ ചെയ്യും. അത് നിങ്ങളുടെ ഒരു വർക്കാണ്. അപ്പൊ അത് കഴിഞ്ഞു. അവിടെ സെപ്പറേഷൻ കഴിഞ്ഞു, ലേബലിന്റെ കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ നോഡ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ബേസിക് ഷേപ്സ് എങ്ങനെയാന്ന് നോക്കാം. റെക്ടാങ്കിൾ 2 3 സെമിക്കോൺ. നമ്മളിത് വേറെ ടെക് പിക്ചർ എൻവയോൺമെന്റിലാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ പുതിയ ഒറിജിൻ ആയിരിക്കും. അടുത്ത ലൈനിൽ പുതിയ ഒറിജിൻ അവർ തുടങ്ങും. ഓക്കെ, കണ്ട സെയിം സാധനം തന്നെ അടുത്ത ലൈനിൽ വരച്ചേക്കുന്നു. സോറി, 2 3 അല്ലല്ലോ, നമ്മൾ 3 4 അല്ലേ വരയ്ക്കേണ്ടത്. 3 4 ആണ്, സോറി 3 4. നമ്മൾ ഇവിടെ 3 4 വരച്ചേക്കുന്നത്. കണ്ട, അപ്പൊ സെയിം റെക്ടാങ്കിൾ വന്നു. ഈ ഒറിജിനും ഈ എൻ പോയിന്റും, ഐ മീൻ ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. ഇത്ര നമ്മളിങ്ങനെ ലൂപ്പായിട്ട് എഴുതുന്നു വേണ്ട കാര്യമില്ല. ഇപ്പൊ പിന്നെ ഇതേപോലെ സർക്കിളിന്റെ സിൻടാക്സ്, സർക്കിളിന് എന്താണ്, ഡ്രോ AB സർക്കിൾ, നമ്മൾ സർക്കിൾ ആകുമ്പോൾ എന്തായിരിക്കും ഏകദേശം ഒരു ധാരണ ഉണ്ടാവില്ലേ. ഇത് സെന്റർ, ഈ R എന്ന് പറഞ്ഞത് റേഡിയസ്. നിങ്ങൾക്ക് വരച്ചു നോക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ വരച്ചിട്ട് ടൈം കളയുന്നില്ല. സർക്കിള് ഇത് വരച്ചു കഴിഞ്ഞാൽ സർക്കിള് അവർ വരച്ചു തരും. പിന്നെ എലിപ്സ്, എൻ്റെ സിൻടാക്സ് ആണ് ഡ്രോ AB എലിപ്സ്. എലിപ്സിന് നമ്മൾ എക്സും വൈയും, അതായത് വെർട്ടിക്കൽ ലെങ്ത്തും ഹോറിസോണ്ടൽ ലെങ്ത്തും വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ അത് രണ്ട് സ്പെസിഫൈ ചെയ്യണം. എക്സ് സെന്റിമീറ്റർ ആൻഡ്
ആൻഡ് y സെന്റിമീറ്റർ. ഇതിന്റെ അർത്ഥം എന്താ? ഇത് സെന്റർ ആണോ, ഇത് സോറി ഹോറിസോണ്ടൽ ലെങ്ത്, ഇത് വെർട്ടിക്കൽ ലെങ്ത്. ഓക്കെ, ഒരു എലിപ്സ് വേണേ നമുക്ക് വരച്ചു നോക്കാം. റെക്ടാങ്കിൾ അടുത്ത begin. സീറോ സീറോ ഒറിജിനിൽ നിന്ന് നമുക്കൊരു സെന്റർ ആയിട്ട് വെക്കാം. 2 സെന്റിമീറ്റർ എക്സ് ഹോറിസോണ്ടൽ ലെങ്ത് കൊടുക്കുക. ആൻഡ് വെർട്ടിക്കൽ ലെങ്ത് ഞാനൊരു 6 സെന്റിമീറ്റർ കൊടുക്കാം. സെമിക്കോൺ ഇടാൻ മറക്കരുത്. സെമിക്കോൺ ഇട്ട് കഴിഞ്ഞാൽ എറർ വരും. കണ്ടോ, അടുത്ത ലൈനിൽ ഒരു എലിപ്സ് വന്നു. ഇനി സർക്കിൾ ആക്കണമെങ്കിലോ, സർക്കിൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സർക്കിളായി. സർക്കിളും കിട്ടി. ഓക്കെ, അപ്പൊ എലിപ്സായി, സർക്കിളായി. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട സാധനമാണ് ആർക്ക്. ആർക്ക് ഒരു രസമുള്ള സംഭവമാണ്. നമ്മൾ ഈ കൺസെപ്റ്റ് പിന്നീട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ സിൻടാക്സ് ആണ് ഡ്രോ എ ബി. നമ്മൾ നേരത്തെ എന്താ റെക്ടാങ്കിൾ ആകുമ്പോൾ റെക്ടാങ്കിൾ, എലിപ്സ് ആകുമ്പോൾ എലിപ്സ്. ഇപ്പൊ ഇവിടെ ആർക്ക് ആകുമ്പോൾ ആർക്ക്. ആർക്ക് θ1 കോളൻ θ2 കോളൻ 6 സെന്റിമീറ്റർ. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇത് സ്റ്റാർട്ടിംഗ് ആംഗിൾ, ഇതോ എൻഡിങ് ആംഗിൾ, ഇത് റേഡിയസ്. സ്റ്റാർട്ടിംഗ് ആംഗിൾ, എൻഡിങ് ആംഗിൾ, റേഡിയസ് എന്താണെന്ന് നമുക്കിപ്പോ പറയാം. അപ്പൊ നമുക്കിപ്പോ ഞാനിപ്പോ നമ്മുടെ ഒരു ക്യാൻവാസ് ഉണ്ട്. ഞാൻ ടിക്ക് പിക്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്യാൻവാസ്, ഇൻവിസിബിൾ ആയിട്ടൊരു ക്യാൻവാസ് അവിടെ വരുന്നല്ലേ നമ്മുടെ കൺസെപ്റ്റ്. ഇൻവിസിബിൾ ആയിട്ടൊരു ക്യാൻവാസ് ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഞാൻ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഞാൻ ഇപ്പൊ 40 തന്നെ കൊടുത്തു. അതായത് 40 എന്ന് പറഞ്ഞ് ഇവിടെ അല്ലേ 40. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇത് നമ്മുടെ ഗ്രാഫിക്കലി നമ്മൾ ജസ്റ്റ് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡിൽ വരച്ചു എന്നേ ഉള്ളൂ. ഇങ്ങനെ നല്ല വരിക. നമ്മുടെ സ്റ്റാർട്ടിംഗ് ആംഗിൾ ഞാനിതാ ഇവിടെ വന്നു. സ്റ്റാർട്ടിംഗ് ആംഗിൾ എന്തായിരുന്നു? എ ബി. ഇനി റേഡിയസ്, അതായത് ഓക്കെ, നമ്മൾ 6 റേഡിയസ് അല്ലേ കൊടുത്തേക്കുന്നത്? യാ, 6 സെന്റിമീറ്റർ റേഡിയസ്. അപ്പൊ 6 സെന്റിമീറ്റർ ലെഫ്റ്റിലോട്ടേക്ക് നമ്മൾ ഒരു ഇമാജിനറി ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ആറ് സെന്റിമീറ്റർ. ഓക്കെ, നല്ല ഇത് വേണ്ട.
ഇത് എ ബി 6 സെന്റിമീറ്റർ ഒറിജിനിലോട്ടേക്ക് പോയി, ഒറിജിനിന്റെ ഡയറക്ഷനിലേക്ക്. ഓക്കെ, ഒറിജിനിന്റെ ഡയറക്ഷനിലേക്ക് കേട്ടോ, ഒറിജിനൽ ഡയറക്ഷനിലേക്ക് 6 സെന്റിമീറ്റർ പോയി. ഇനി ഇതും ഹോറിസോണ്ടൽ ആയിട്ടുള്ള ഒരു എക്സ് ആക്സിസും ഉണ്ടാക്കുന്ന ആംഗിള് θ1. അതാണ് ഇനീഷ്യൽ ആംഗിൾ. നമ്മൾ ഇനീഷ്യൽ പോയിന്റ് ഇത് 6 സെന്റിമീറ്റർ ആണ്, അത് ഒറിജിനിന്റെ ഡയറക്ഷനിലേക്ക് കൊണ്ടുപോവുക, അതും എക്സ് ആക്സും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് θ1. ഇനി θ2 ഇത് θ2 ആണ് വിചാരിച്ചു, ഇത് θ1 ഉം ഇത് θ2. അപ്പോ നമ്മുടെ ആർക്ക് എന്ന് പറയുന്നത് ഇവിടെ മുതൽ ഇവിടെ വരെ ഇതായിരിക്കും നമ്മുടെ ആർക്ക്. അതാണ് ഇതിന്റെ അർത്ഥം. ഇപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിളില് 4 നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റ്, θ1 എന്ന് പറഞ്ഞത് ഞാൻ 0 ഡിഗ്രി എടുത്തു, θ2 എന്ന് പറയുന്നത് 90 ഡിഗ്രി എടുത്തു, R എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ എടുത്തു. ഇനി അപ്പൊ എന്താണ് നമ്മൾ ഫസ്റ്റ് ചെയ്യുക, നമ്മൾ റേഡിയസിന്റെ റേഡിയസ് അല്ല ഒറിജിന്റെ ഡയറക്ഷനിലേക്ക് 4 സെന്റിമീറ്റർ, അതായത് ഇങ്ങോട്ടേക്ക് 4 സെന്റിമീറ്റർ. അപ്പൊ θ1 0 ഡിഗ്രി, അപ്പൊ ഈ ലൈൻ തന്നെയാണ്. ഓക്കെ, ഇനി θ2 എന്ന 90 ഡിഗ്രി, θ2 ഇവിടുന്ന് 90 ഡിഗ്രി, അതായത് 90 ഡിഗ്രി. അപ്പോ ഇത് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്താൽ എവിടെ ഉണ്ടാവും പോയിന്റ്, അടുത്ത പോയിന്റ് ഇത് അവിടെ ഉണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ ആർക്ക്. ഓക്കെ, ഇത് കുറച്ച് എക്സാമ്പിൾ ചെയ്ത് നോക്കുക, അപ്പോൾ കുറച്ചുകൂടി ഒരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാവുന്നതാണ്, കെർവ്ഡ് ലൈൻസ് ഉണ്ട്, പിന്നെ പാരാബോള ഉണ്ട്, ഇതെല്ലാം നമുക്ക് ഗൂഗിൾ ചെയ്യാം. ഡോക്യുമെന്റേഷനിൽ ഉണ്ട് ഈ സാധനം. ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ 1-2 കാര്യങ്ങൾ ഡോക്യുമെന്റേഷനിൽ എടുത്ത് പറയുന്നതാണ്, ഈ റെക്ടാങ്കിൾ, സർക്കിൾ, എലിപ്സ്, ആർക്കൊക്കെ. അതേപോലെ പാരാബോളയൊക്കെ ഉണ്ട് ഡോക്യുമെന്റേഷനിൽ. ഇപ്പൊ നമ്മുടെ സെക്കൻഡ് സംഭവം കഴിഞ്ഞു. ഇനി 2 ചെറിയ കാര്യങ്ങളാണ്, ലേബലിങ്ങും എഡ്ജ് ലേബലിങ്ങും. അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. ഒരു എക്സാമ്പിൾ കൂടി വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയും. അപ്പൊ നമുക്ക് ലേബലിംഗ് എന്താന്ന് നോക്കാം. നോഡ് ലേബലിംഗ്. ഓക്കെ, ഇപ്പൊ എന്താണ് നമ്മൾ നേരത്തെ നോക്കി, അതായത് നേരത്തെ കണ്ടത്, നമ്മൾ ജസ്റ്റ് നോഡ് കൊടുക്കുന്നു, നമ്മൾ സർക്കിൾ പറഞ്ഞ ഷേപ്പ്, ബ്ലാക്കില് ബോർഡർ വരച്ചു, അതായത് ഇന്നർ സെപ്പറേഷൻ നമ്മുടെ ലെങ്ത് വളരെ ചെറുതാക്കി, നമ്മൾ ഒറിജിൻ എന്ന് പറഞ്ഞ പോയിന്റ് ഫിക്സ് ചെയ്തു, അവിടെയാണ് നമ്മൾ നോഡ് വരയ്ക്കുന്നത്. അപ്പൊ ഞാൻ ലേബല് നവീൻ എന്ന് പറഞ്ഞു കൊടുത്തു. നവീൻ വേണ്ട, എ എന്ന് പറഞ്ഞു കൊടുക്കാം, ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ എന്താ വരിക, ഇങ്ങനെ വന്നു. ഓക്കെ, ഇത് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ലേബലിംഗ് സംഭവമാണ്. ഓക്കെ, അതായത് നമ്മള് നമ്മുടെ നോഡിന്റെ, അതായത് നോഡ് പറഞ്ഞ സർക്കിൾ ആണ് കൊടുത്തേക്കുന്നത്, അതിന്റെ അകത്ത് ലേബിൾ വരണമെങ്കിൽ ഏറ്റവും വെളിയിലുള്ള കേളി ബ്രാക്കറ്റിൽ നമ്മൾ ആദ്യത്തെ സിൻടാക്സ് പ്രകാരം കൊടുക്കില്ലേ, നമ്മുടെ സിൻടാക്സ് പ്രകാരം എക്സിബിറ്റിംഗ് ലേബൽ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഏറ്റവും എൻഡിലുള്ള കേളി ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. അപ്പൊ എന്ത് വരും, നോഡിന്റെ അകത്ത് ലേബിൾ വരും. ഇനി നമ്മൾ ഗ്രാഫ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് മിക്ക
മിക്കവാറും ഈ നോഡൊക്കെ ഫുള്ള് ബ്ലാക്ക് ആയിട്ട് ഫില്ലായിട്ട് ഉണ്ടാവുക, അതായത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. ഫില്ല് ചെയ്തിട്ടുണ്ടാവുക. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് ലേബൽ കൊടുക്കണത് അത്ര എളുപ്പമല്ല, ഒരു ഭംഗി ഉണ്ടാവത്തില്ല. കൊടുക്കാം, നമുക്കിവിടെ കളർ മാറ്റി കൊടുക്കാം, ടെക്സ്റ്റ് കളർ പറഞ്ഞിട്ട് മാറ്റി കൊടുക്കാം. അതിനെക്കാട്ടും അതായത് ടെക്സ്റ്റ് കളർ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റ് കളർ നമുക്ക് വെള്ളയാക്കിയിട്ട് എഴുതാൻ പറ്റും. പക്ഷെ ഇതത്ര ഒരു നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പൊ നമുക്ക് വെളിയിൽ ലേബൽ ചെയ്യണം. നമുക്ക് അതായത് ഈ നോഡിന്റെ പുറത്ത് എങ്ങനെ ലേബൽ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പൊ അതിന് വേണ്ട ചെറിയ സിൻടാക്സ് ആണ് ഈ ലേബലിംഗ് ഒക്കെ ഈ സ്റ്റൈലിന്റെ അകത്താണ് വരിക. അതായത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത നോഡ് കഴിഞ്ഞിട്ട് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടല്ലേ, അതിന്റെ അകത്തല്ല നമ്മൾ സ്റ്റൈൽ എല്ലാം കൊടുക്കുക. അതിന്റെ അകത്ത് വേണം ഈ സിൻടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എക്സാമ്പിൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതാണ് എൻ്റെ സിൻടാക്സ്. ലേബൽ ഈക്വൽ ടു കേളി ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ലേബൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു സെന്റിമീറ്റർ സ്പേസ് ഇതാണ് സിൻടാക്സ്. ഇതെവിടെ വരിക? നമ്മള് നോഡ് കഴിഞ്ഞിട്ട് ഇത് കൊടുക്കില്ലേ, ഇത് മൊത്തം ഇതിന്റെ അകത്ത് വരണം കേട്ടോ. ഓക്കെ, ഇതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിന്റെ അർത്ഥം എന്താന്ന് നോക്കാം. നമ്മളൊരു നോഡ് കൊടുത്തു, ഇതാണ് നമ്മുടെ നോഡ്. എ എന്ന് പറഞ്ഞ് എനിക്ക് പുറത്ത് വിളിക്കണം. ഫസ്റ്റ് ലേബൽ ഡിസ്റ്റൻസ് എക്സ് ആണ് കൊടുത്തേക്കുന്നത്. എന്താ, ഈ നോഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് റേഡിയസിൽ വരുന്ന എവിടെയോ ആണ് നമ്മുടെ ലേബൽ വരാൻ പോകുന്നത്. അതായത് എ ആണ് നമ്മുടെ ലേബൽ. ഓക്കെ, എക്സ് ഡിസ്റ്റൻസ് റേഡിയസിലായിരിക്കും നമ്മുടെ ലേബൽ വരാൻ പോകുന്നത്. ഇനി തീറ്റയാണ് നമ്മുടെ പൊസിഷൻ തീരുമാനിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ ആർക്കിനൊക്കെ നോക്കിയില്ലേ, അതുപോലെ തന്നെ നമ്മൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഇവിടുന്ന് തീറ്റ ഡിസ്റ്റൻസ് എടുക്കുക. ഇതാണ് തീറ്റ വിചാരിച്ചോ. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ എ വെൻ ദിസ് ഇസ് 6 സെന്റിമീറ്റർ. അതായത് നമ്മുടെ നോഡിൽ നിന്ന് തീറ്റ ആംഗിളിൽ എക്സ് ഡിസ്റ്റൻസ് വരുന്ന പോയിന്റിലായിരിക്കും നമ്മുടെ എ എന്ന് പറഞ്ഞ് കൊടുക്കുക. അവിടെ ഡോട്ടൊന്നും വരില്ല, നമ്മുടെ ലേബൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പൊ എനിക്കിപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു നോഡ് ഉണ്ട്, എനിക്ക് നേരെ മേളിൽ x1 എന്ന് പറഞ്ഞ് കൊടുക്കണമെങ്കിൽ എന്താ വേണ്ടത്? അപ്പൊ തീറ്റ എന്തായിരിക്കും? 90 ഡിഗ്രി. അതായത് ഇതാണ്, ഇവിടുന്ന് കറക്റ്റ് 90 ഡിഗ്രിയിലല്ലേ വരുന്നത്. യെസ്, 90 ഡിഗ്രി. പിന്നെ ഈ ഡിസ്റ്റൻസ്, അതായത് ഈ ഡിസ്റ്റൻസ് എന്താ, എക്സ്, അതും കൊടുക്കുക.
ഇപ്പൊ എക്സ് കാണുന്നില്ല, ഇപ്പൊ വളരെ 1 സെന്റിമീറ്റർ വെച്ച 1 സെന്റിമീറ്റർ എക്സ് ഈക്വൽ 1 സെന്റിമീറ്റർ ഡിസ്റ്റൻസ്. നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. നമുക്ക് ഇപ്പൊ ഞാനിപ്പോ ഇതാണ് നമ്മുടെ നോഡ്. ഈ നോഡിൽ നിന്ന് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുകളിലായിട്ട് എനിക്ക് എ എന്ന് പറഞ്ഞ് കൊടുക്കണം. അപ്പൊ അതിനെന്താ, ഞാൻ സ്റ്റൈൽ എന്ന് പറഞ്ഞ സ്റ്റൈൽ എവിടെ സ്പെസിഫൈ ചെയ്യുക? ഈ സ്ക്വയർ ബ്രാക്കറ്റിലല്ലേ. ആ സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ നേരത്തെ കൊടുക്കുന്ന സിൻടാക്സ് കൊടുക്കുക. എന്തായിരുന്നു സിൻടാക്സ്? ലേബൽ ഈക്വൽ ടു കേളി ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ലേബൽ ഡിസ്റ്റൻസ് ഈക്വൽ ടു ഒരു 2 മില്ലിമീറ്റർ കൊടുക്കാം. 2 മില്ലിമീറ്റർ. ഇതിന്റെ വെളിയില് 90 ഡിഗ്രി കോളൻ നമ്മുടെ എ കൊടുത്തു. നമ്മുടെ ലേബൽ കണ്ട നേരെ മേളിൽ എ വന്നു. ഇനി എനിക്ക് ഇവിടെ എ വരണം എന്ന് വിചാരിച്ചോ. ഇപ്പൊ ഈ ലെഫ്റ്റ് സൈഡിൽ വരണം എന്നുണ്ടെങ്കിൽ അപ്പൊ 90 ഡിഗ്രി നിന്ന് മാറ്റി എന്തായിരിക്കും? 180 ഡിഗ്രി കൊടുക്കണ്ടേ? ജസ്റ്റ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആലോചിച്ചാൽ മതി, അവിടെ കൊടുത്താൽ മതി. ഇനിയിപ്പോ എനിക്ക് ഇവിടെ വരണം വിചാരിച്ചോ, ഒരു 60 ഡിഗ്രിയിൽ അല്ല 45 ഡിഗ്രിയിൽ വരണം വിചാരിച്ചു 45 കൊടുത്താൽ മതി. ഏത് ആംഗിൾ വേണമെങ്കിൽ കൊടുക്കാം. ഇനിയിപ്പോ -45 കൊടുത്താൽ എന്താ ഉണ്ടാവുക? എനിക്ക് തോന്നുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആവുന്നതാണ്. യാ, -, ഡിഗ്രി കൊടുക്കുകയാണെങ്കിൽ അത് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് വരിക. സോറി, മൈനസ് കൊടുക്കുകയാണെങ്കിൽ അത് ക്ലോക്ക് വൈസ് ആയിട്ട് വരും. സാധാരണ ഒരു പോസിറ്റീവ് ആംഗിൾ കൊടുക്കുകയാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് നമ്മൾ യൂഷ്വൽ കൊടുക്കുന്ന ഡിഗ്രിയിൽ വരും. ഓക്കെ, അപ്പൊ നമ്മൾ ലേബലിംഗ് ആയി. ഈ ലേബലിംഗ് മാത്രം പോരാ, നമുക്ക് ലേബലിംഗ് കുറച്ച് അടിപൊളിയാക്കാൻ വേണ്ടി കുറച്ച് കളറൊക്കെ കൊടുക്കാം. ലേബലിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കളർ കൊടുക്കണമെങ്കിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ ഉണ്ട്. അതായത് സെയിം സാധനം തന്നെ മോഡിഫൈ ചെയ്യാം. നമുക്ക് ഈ ലേബലിൽ മാത്രമേ മോഡിഫൈ ചെയ്യണം. നമ്മൾ ലേബൽ എ അല്ലേ, എന്റെ അവിടെ ചെറിയ മോഡിഫിക്കേഷൻ കൊടുക്കുക. ടെക്സ്റ്റ് കളർ എന്തേലും കളർ കൊടുക്കുക. അപ്പൊ ഇതേപോലെ ഞാൻ ബ്ലൂ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ബ്ലൂ എ. ഇതാണ് നമ്മുടെ സിൻടാക്സ്. എന്താണിത്? ഇത് മാത്രം കൊടുത്താൽ മതി. നമ്മൾ എന്ത് എക്സ്ട്രാ ആഡ് ചെയ്തത്? അതായത് ആംഗിളിന് ശേഷം ഇവിടെ ആയിരുന്നു ലേബൽ വരേണ്ടത്. ആ ലേബലിന് പകരം ഞാൻ ടെക്സ്റ്റ് കളർ ബ്ലൂ കൊടുത്തതിന് ശേഷം ഒരു കേളി ബ്രാക്കറ്റ് എടുത്തിട്ട് നമ്മുടെ ലേബൽ കൊടുത്തു, എ വന്ന് കൊടുത്തു. ഇനി അത് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതാണ് നമ്മൾ എക്സ്ട്രാ കൊടുത്തത്. ഇപ്പൊ ഞാൻ ഒരു കാര്യം കൂടിയും പറയാം. ഇപ്പൊ എ എന്നല്ല കൊടുത്തേക്കുന്നത്. നമുക്കിപ്പോ മാത്സില് ABC എന്നല്ലല്ലോ, നമുക്കിപ്പോ പല മാത്തമാറ്റിക്കൽ എലമെന്റ്സും കൊടുക്കേണ്ടി വരും. അപ്പൊ ഞാനിപ്പോ അത് കൊടുക്കണമെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ ഡോളർ സൈൻ ഒക്കെ ഇട്ടിട്ട് കൊടുക്കുക. അപ്പൊ ഞാനിപ്പോ x1 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. കണ്ടേ? അയ്യോ, x1 വരാൻ സോറി, ഇത് അകത്തല്ലേ വന്നത്. ഇതല്ല നമ്മുടെ ലേബല്, പുറത്ത് കൊടുക്കുന്ന ലേബല്. x1 തന്നെ കൊടുക്കുന്നു. x1 വന്നു, കണ്ടോ? അപ്പൊ അതുമായി. നേരത്തെ എന്തുകൊണ്ട് അത് വളരെ ചെറുതായി പോയത് മനസ്സിലായോ? നേരത്തെ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഏറ്റവും വെളിയിലൊരു കേളി ബ്രാക്കറ്റിലാണ് നമ്മുടെ എക്സിബിറ്റിംഗ് ലേബൽ ഉള്ളത്. അതെന്ത് ലേബലാ?
അതായത് നമ്മുടെ സർക്കിളിന്റെ അകത്ത് വരുന്ന ലേബലാണ്. അത് ഞാൻ നേരത്തെ എ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ ഇന്നർ സ്റ്റെപ്പ് എന്ന് പറഞ്ഞ സാധനം അഫക്റ്റ് ചെയ്യാണ്ടിരുന്നത്. ആ സാധനം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ ഇന്നർ സ്റ്റെപ്പ് പറഞ്ഞ് അഫക്റ്റ് ആയി. അപ്പോൾ വളരെ ചെറുതായി പോയി. ഇപ്പൊ ഞാൻ 2 മില്ലിമീറ്റർ ആയിട്ട് കൂട്ടിയപ്പോൾ വീണ്ടും വലുതായിട്ട് വന്നു. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഇപ്പൊ എഡ്ജ് ഇപ്പൊ നമ്മൾ ലേബലിംഗ് ആയിട്ടുള്ള ബേസിക് കാര്യങ്ങളുമായി. ഇനി ആകെ ഒരു സാധനം നോക്കണ്ടുള്ളൂ, എഡ്ജ് ലേബലിംഗ്. സോറി, എഡ്ജും എഡ്ജ് ലേബലിംഗ്. ഇപ്പോൾ ലേബലിംഗ് ആയി, എഡ്ജ് ലേബലിംഗ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. എഡ്ജ് നമ്മൾ ഗ്രാഫ് തിയറിയിൽ എന്തായിരുന്നു എഡ്ജ്? നമ്മൾ രണ്ട് നോഡ് അല്ലെങ്കിൽ രണ്ട് വെർട്ടക്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന സാധനത്തിനാണ് എഡ്ജ് എന്ന് വിളിക്കുന്നത് അല്ലേ? നമ്മൾ എഡ്ജ് എങ്ങനെ വരയ്ക്കുക? ഓക്കെ, യാ. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, ഇതെങ്ങനെ വരയ്ക്കും? നമ്മൾ ഇത്ര നേരം നോക്കിയ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇത് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. അതായത് x1 x2 ഉണ്ട്, രണ്ട് പോയിന്റ്, അതിനെ രണ്ട് ഹോറിസോണ്ടൽ ആയിട്ട് കിടക്കുന്ന പോയിന്റ്സ് ആണ്. അതിനെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈന്, രണ്ട് വെർട്ടിക്സും കൊടുക്കണം. നമ്മൾ ഏറ്റവും ഫസ്റ്റ് എന്താ ആലോചിക്കേണ്ടത്? രണ്ട് വെർട്ടക്സ് ഉണ്ട്, അതായത് രണ്ട് കട്ടികൾ, രണ്ട് ചെറിയ കുഞ്ഞു സർക്കിൾസ്. അപ്പോൾ ഫസ്റ്റ് രണ്ട് നോഡ്സ് ഡിഫൈൻ ചെയ്യണം, അതായത് ഈ x1ന്റെ നോഡും x2ന്റെ നോഡും. ഓക്കെ, ഇപ്പോൾ x1ന്റെ നോഡ് x2ന്റെ നോഡും ഡിഫൈൻ ചെയ്യാം. യാ, നേരത്തെ ചെയ്തു വെച്ചതാണ് ടൈം. ഓക്കെ, അപ്പം ഞാനൊരു പുതിയ ടെക്സ്റ്റ് പിക്ചർ തുടങ്ങി. അതിൻ്റെ അകത്ത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഒരു നോഡ് 0 പറഞ്ഞ കണ്ട 0 പറഞ്ഞ ഒറിജിനിൽ ഒരു നോഡ് ഡിഫൈൻ ചെയ്തു. ഒരു കറുത്ത നോഡാണ്, ബ്ലാക്ക് കൊണ്ട് ഫില്ല് ചെയ്തേക്കാണ്. ഇന്നർ സെപ്പറേഷൻ ആണ് 1 മില്ലിമീറ്റർ ആണ്, ചെറുതാണ്. പിന്നെ ലേബൽ ഞാൻ കൊടുത്തു, ലേബൽ 90 ഡിഗ്രി മേളിൽ, 90 ഡിഗ്രി മുകളിൽ 0.5 സെന്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു നോഡും ഞാൻ അവിടെ, ഒരു ലേബലും ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നു. അതേപോലെ അടുത്ത നോഡ്, അതായത് ഇത് ഒറിജിൻ ആണെങ്കിൽ, x1 ഒറിജിൻ ആണെങ്കിൽ x2 എന്തായിരിക്കും? ഏകദേശം ഒരു 2 സെന്റിമീറ്റർ റൈറ്റിലോട്ടേക്കല്ലേ? അപ്പൊ എന്താണ് ഇവിടെ ഇപ്പൊ 4 സെന്റിമീറ്റർ റൈറ്റിലോട്ടേക്കാന്ന് വിചാരിച്ചോ. ഞാൻ 4 സെന്റിമീറ്റർ, അതായത് ഇപ്പൊ 0 റൈറ്റിലോട്ടേക്ക് 4 സെന്റിമീറ്റർ, എന്താ 40 പറഞ്ഞ കോർഡിനേറ്റിൽ നേരത്തെ പറഞ്ഞ അതേ പ്രോപ്പർട്ടിയിൽ ഞാൻ വേറൊരു നോഡ് കൂടി വരച്ചു. ഞാൻ ലേബൽ ഇവിടെ എന്ത് കൊടുത്തു? x2 പറഞ്ഞു കൊടുത്തു. അതാണ് ആകളുടെ വ്യത്യാസം. ഇനി നമ്മൾ ഡ്രോ എന്ന് പറഞ്ഞൊരു കമാൻഡ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതായത് ഇപ്പൊ നമ്മൾ റെക്ടാങ്കിൾ ഒക്കെ വരയ്ക്കാൻ വേണ്ടി ലൂപ്പ് ഒക്കെ ഇട്ടിട്ട് ഡ്രോ ചെയ്ത് കണ്ടില്ലേ? അതേപോലെ തന്നെ ഡ്രോ പറഞ്ഞിട്ട് ഡ്രോ എന്താണ് സ്ലാഷ് ഡ്രോ, ഇതിന്റെ ആവശ്യമില്ല. ഇതായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചത് അല്ലേ? അപ്പൊ x1 x2 ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വന്നു. ഇത് ഞാൻ ഇനി ഒരു കാര്യം കൂടി, ഇപ്പൊ എഡ്ജ് കളറിംഗ് ഒക്കെ ചെയ്യേണ്ട ആൾക്കാർക്ക് ഇപ്പൊ ഈ ഡ്രോ ചെയ്തേക്കുന്ന ലൈനല്ലേ, ഈ ലൈനിന് പ്രോപ്പർട്ടീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രോ കഴിഞ്ഞിട്ടൊരു ബോക്സ് വരുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ നോഡ് സ്റ്റൈലാക്കാൻ പഠിച്ചില്ല, അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ കളർ കൊടുക്കണമെങ്കിൽ റെഡ് കൊടുത്തു, പിന്നെ ഡോട്ടഡ് ലൈൻ വേണമെങ്കിൽ ഡോട്ടഡ് പിന്നെ കൊടുക്കാം.
ഇങ്ങനെ വന്നു. പക്ഷെ ഇത് വല്ലാണ്ട് ഫെയിന്റ് ആണ്. അപ്പൊ ഞാനത് ഒന്ന് തിക്ക് ആക്കാൻ വേണ്ടി തിക്ക് എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തു. തിക്ക് മാത്രമല്ല ലൈറ്റ് പറഞ്ഞ കമാൻഡ് ഉണ്ട്. അങ്ങനെ കുറെ കമാൻഡുകളുണ്ട്. അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് ടാസ്ക്. ഇനി ഈ എഡ്ജിന് നമ്മൾ എങ്ങനെ ലേബൽ കൊടുക്കും? അതായത് എഡ്ജ് ലേബൽ ഞാനിപ്പോൾ ഒരു E1 എന്ന് പറഞ്ഞ് ഇതിനൊരു ലേബൽ കൊടുക്കണം. അപ്പൊ അതെന്താ നമ്മൾ ചെയ്യുക? നമ്മൾ ലേബൽ എങ്ങനെ ചെയ്യാൻ പഠിച്ചത്? നമ്മളൊരു നോഡ് അതായത് നമ്മുടെ ക്യാൻവാസ് പ്ലെയിനിൽ ഒരു നോഡ് കൺസിഡർ ചെയ്യുന്നു, അതിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുന്നു, AB പറഞ്ഞ കോർഡിനേറ്റ് കണ്ടുപിടിക്കുന്നു. ആ കോർഡിനേറ്റിനാണ് നമ്മൾ, അതായത് ആ നോഡിനാണ് നമ്മൾ എന്ത് കൊടുത്തത്? ലേബൽ കൊടുത്തത് അല്ലേ? ഇപ്പൊ നമ്മൾക്ക് ഇവിടെ ഒരു ലേബൽ വരയ്ക്കണമെങ്കിൽ, അതായത് ഇപ്പൊ ഇവിടെ E1 എന്ന് പറഞ്ഞ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു നോഡ് കൺസിഡർ ചെയ്യണം, ഇവിടെ ഒരു നോഡ്. പക്ഷെ ആ നോഡ് ഫോട്ടോയിൽ, അതായത് ഇൻവിസിബിൾ നോഡ് ആയിരിക്കണം. ഈ ലൈനിനെ ഒരു തരത്തിലും ബാധിക്കാൻ പാടില്ല. ഇൻവിസിബിൾ ആയിട്ടൊരു നോഡ് ആയിരിക്കണം, പക്ഷെ ലേബൽ വരണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ ജസ്റ്റ് ഒരു വെറുതെ ഒരു നോഡ് വരയ്ക്കുക, പ്രോപ്പർട്ടി ഒന്നും വേണ്ട. @AB. ലേബൽ ലേബല് ഓക്കെ. ഓക്കെ, ഒരു കാര്യം വിട്ടുപോയി. അതായത് ഇത് നമ്മളിപ്പോ ഇപ്പോ ഒരു ഒരു കോർഡിനേറ്റ് ഉണ്ട്, ഇതിനൊരു കോർഡിനേറ്റ് ഉണ്ട്. ഇപ്പൊ ഞാൻ AB എന്ന് പറഞ്ഞ കോർഡിനേറ്റ് ആണ് ആക്ച്വലി വരുന്നത് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു നോഡ് വരയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ. എന്തായിരുന്നു നോഡ്? എന്താണ് നമ്മുടെ സ്റ്റൈല് ബ്രാക്കറ്റ്, സ്റ്റൈലൊന്നും വേണ്ട, @AB നമ്മുടെ ഇവിടെ റെഫറൻസിന്റെ ഒരു സാധനം കൂടി കൊടുക്കണം കേട്ടോ, അത് മറന്നുപോയി. ഇത് മാത്രം കൊടുത്താൽ മതി. ഇനി ഇപ്പൊ ഒരു ഇൻവിസിബിൾ നോഡ് ഇവിടെ വരും. ഞാൻ ലേബൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ലേബൽ ചെയ്യാൻ എന്താ വരിക? ഇതിന്റെ നടുക്ക് തന്നെ ഒരു A എന്ന് പറഞ്ഞ് വരും. അതിന്റെ ആവശ്യമില്ല, നമുക്ക് മുകളിലല്ലേ വരേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ നമ്മുടെ ലേബൽ ഈക്വൽ ടു എന്നെല്ലാം പറഞ്ഞിട്ട് ചെയ്തില്ലേ, അതേപോലെ ഇവിടെ നമ്മൾ ചെയ്യണം. ഇവിടെ മുകളിൽ വരാൻ എന്ത് ചെയ്യുക? അപ്പൊ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി കൊടുക്കുക. സെയിം കൺസെപ്റ്റ് ആണ് ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത്. അടുത്ത ലൈനിൽ ഞാൻ സെയിം രണ്ട് നോഡ് വരച്ചിട്ടുണ്ട്, x1 x2. അതിനെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈന് റെഡ് ആണ്, ഡാഷ്ഡ് ആണ്, ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. E1 പറഞ്ഞ് കൊടുക്കണം. അപ്പൊ ഞാൻ അടുത്തൊരു നോഡ്, ഇതിന്റെ സെൻട്രൽ പോയിന്റ് ആണ് ഞാൻ നോഡ് ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ x1 എന്ന് പറഞ്ഞ 00-ലായിരുന്നു, x2 എന്ന് പറഞ്ഞ എന്തിലായിരുന്നു? ഇവിടെ 40-ലാണ് വരച്ചേക്കുന്നത്. അപ്പൊ എന്റെ സെൻട്രൽ പോയിന്റ് എന്തായിരിക്കും? 20. 20-ല് ഇപ്പൊ ഇതാ 20-ല് ഞാനൊരു പുതിയ നോഡ് വരയ്ക്കുന്നു. അതിന് ലേബൽ കൊടുക്കുന്നത് എന്താണ്? E1 എന്ന് പറഞ്ഞിട്ട് ലേബൽ കൊടുക്കുന്നു 90 ഡിഗ്രിയിൽ. അപ്പൊ ഇതാ E1 ഇവിടെ ആയി. ഞാനിവിടെ കുറച്ച് ഡിസ്റ്റൻസ് കുറച്ചുകൂടി ചെറുതാക്കി, കാരണം കുറച്ചുകൂടി എടുത്ത് വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ട് തോന്നി. അതുകൊണ്ട് ഡിസ്റ്റൻസ് കുറച്ച് ചെറുതാക്കി, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗ്രാഫാണ് നമുക്ക് ഞാൻ ചെയ്തത്. അതായത് രണ്ട് വെർട്ടിസസും ഒരു എഡ്ജുള്ള ചെറിയ സിമ്പിൾ ഗ്രാഫാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇപ്പൊ എല്ലാ ഗ്രാഫും തുടങ്ങുന്നത് 00-ൽ വെച്ചിട്ടാണെന്നാണ് നമ്മുടെ ലാറ്റൊക്കെ വെച്ചേക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഗ്രാഫ്, ഇപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഗ്രാഫൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യുക? ഇങ്ങനൊക്കെ ഗ്രാഫ് ഇങ്ങനെയൊക്കെ ഗ്രാഫ് വന്നു. ഇതൊന്നും പക്ഷേങ്കിൽ നമുക്ക് നോഡ് കണ്ടുപിടിക്കാൻ, അതായത് നോഡിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണ്ടേ? കോർഡിനേറ്റ് കൊടുത്താലേ നമുക്ക് നോഡ് കിട്ടത്തുള്ളൂ. അത് ഭയങ്കര ബുദ്ധിമുട്ടാവും അല്ലേ?
ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒരു വഴി എന്ന് പറയുന്നത് അത് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാവുന്നതാണ്. ഗൂഗിൾ ചെയ്യാം. PDF-കളും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്ന്, ഇങ്ങനൊരു കമാൻഡ് ഉണ്ട്. ഇങ്ങനെ കമാൻഡൊക്കെ വെച്ചിട്ട് ഈ പാത്തിന് ഒരു ലേബല് കൺസിഡർ ചെയ്യുന്ന രീതിയിൽ, അതായത് ഈ ഒരു കമാൻഡ് വെക്കുക. എന്നിട്ട് നമ്മൾ എന്താണ്, നമ്മൾ ആദ്യം ഓരോ നോഡിന് നമ്മൾ ഓരോ റെഫറൻസ് ലേബൽ കൊടുത്തിട്ടില്ലേ? ഇപ്പൊ ഞാൻ ചിലതിന് A കൊടുത്തിട്ടുണ്ട്, ചിലതിന് BA കൊടുത്തിട്ടുണ്ട്. ആ റെഫറൻസ് ലേബൽ യൂസ് ചെയ്തിട്ട് ആ റെഫറൻസ് ലേബൽ മാത്രം മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ തമ്മിലൊരു തനിയൊരു പാത്ത് ഫോം ചെയ്യും. സെയിം കമാൻഡിൽ തന്നെ നമുക്ക് ആ പാത്തിനൊരു ലേബലും കൊടുക്കാൻ പറ്റും. ആ സിൻടാക്സ് കറക്റ്റ് ഞാൻ നോക്കിയിട്ടില്ല. അത് നിങ്ങൾക്ക് സിൻടാക്സ് കണ്ടോ, ഇതുപോലെ പാത്ത് 3 2. ഇവിടെ 3 ആണ് ഞാൻ മുന്നേ കൊടുത്തിരിക്കുന്ന ഒരു റെഫറൻസ് ലേബൽ. 2 വേറൊരു ഇതിന്റെ റെഫറൻസ് ലേബലാണ്. എഡ്ജ് നോഡ് റൈറ്റ്, അതായത് ഈ രണ്ട് ജോയിൻ ചെയ്യുന്ന എഡ്ജിന്റെ നോഡ്, അതായത് റെഫറൻസ് എക്സിബിറ്റിംഗ് ലേബൽ റൈറ്റ് സൈഡിലായിട്ട് കൊടുക്കുന്ന 9 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു എളുപ്പമുള്ളൊരു സംഭവം ഉണ്ട്. എളുപ്പമല്ല, അത് അതിന്റെ സിൻടാക്സ് കറക്റ്റ് അറിയണം. അത് എനിക്കും എന്താണ് ഈ ഒരു കേസിൽ ഓക്കെ, പക്ഷെങ്കിൽ ജനറൽ കേസിൽ വരുമ്പോൾ അതെങ്ങനെ വരിക എന്ന് എനിക്ക് വലിയ ധാരണയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു വഴിയുണ്ട്. ഇത് എളുപ്പം തന്നെയാണ്. നമുക്കിപ്പോ ഞാൻ ഒരു ഉദാഹരണത്തിന് ഇങ്ങനെയാണ് എനിക്കൊരു ഗ്രാഫ് ഉള്ളത് വിചാരിച്ചു. x1, x2, x3, x4, x5, x6, x7, 7 പോയിന്റിലെ ഗ്രാഫാണ്. കുറേ വെർട്ടെക്സസ് ഉണ്ട്. ഇതിന്റെ ഒക്കെ കോർഡിനേറ്റ് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുകയെങ്കിൽ എപ്പോഴും ആലോചിക്കുക, ഞാൻ നമ്മൾ ഒറിജിൻ ഏതാണ് കൊടുക്കാൻ പോകുന്നത്, അതായത് നോഡ് പറഞ്ഞ് കൊടുക്കത്തില്ലേ? നോഡ് ഏറ്റവും ഫസ്റ്റ് കൊടുക്കുന്നത് 0 ആയിരിക്കണം നമ്മൾ തീരുമാനിക്കുക. അതായത് x1 ഒറിജിനലായിരിക്കണം. അത് നമ്മൾ ഫിക്സ് ചെയ്തു. ഇനി ബാക്കിയൊക്കെ ഈ x1 വിത്ത് റെസ്പെക്ട് ആയിരിക്കും നമ്മൾ, അതായത് ഈ ഒറിജിന് വിത്ത് റെസ്പെക്ട് ആയിരിക്കും നമ്മൾ ബാക്കിയെല്ലാം കോർഡിനേറ്റ്സ് തീരുമാനിക്കുക. അപ്പൊ അതിനെ നമ്മൾ ജിയോജിബ്രയിൽ പോകും. ജിയോജിബ്ര എടുക്കുക. ഇതെന്ന് റിസോഴ്സ് അല്ല, കാൽക്കുലേറ്ററിൽ നിന്ന് ജിയോമെട്രി പറഞ്ഞ ഓപ്ഷൻ എടുക്കുന്നു. നിങ്ങളിതിൽ സൈൻ ഇൻ ചെയ്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇപ്പൊ നമുക്കൊരു ഇങ്ങനത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടുന്ന് റൈറ്റ് ക്ലിക്ക് അടിക്കുക, ഷോ ആക്സസ് എടുക്കുക, അതായത് ആക്സസ് കാണിക്കണം. പിന്നെ ഷോ ഗ്രിഡ് എടുക്കുക. എല്ലാം മേജറും മൈനറായിട്ട് ഗ്രിഡും വേണം. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. നമുക്ക് എക്സ് ആക്സിസ് വൈ ആക്സിസ് ഒരു കാർട്ടീഷ്യൻ പ്ലെയിൻ തന്നെ ഉണ്ട്. അപ്പൊ ഞാനിവിടെ പോയിന്റ് ഒറിജിനിലാണ് നമ്മുടെ x1, x2, x3, x4, x5, x6, x7. ഇപ്പൊ അത്യാവശ്യം പോയിന്റ്സ് ആയില്ലേ? ഈ സെഗ്മെന്റ് എടുത്തിട്ട് ഞാനിത് ജോയിൻ ചെയ്യാൻ പോവാ. ഈ രണ്ട് സെഗ്മെന്റും ജോയിൻ ആയി, ഇത് രണ്ടും 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 ജോയിൻ ആയി. ഇപ്പൊ നിങ്ങൾക്ക് ഗ്രാഫ് കിട്ടിയല്ലോ. അയ്യോ, ഇപ്പൊ നിങ്ങൾക്ക് കോർഡിനേറ്റ്സ് കിട്ടി. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചൂടെ? ഒറിജിൻ, അതായത് ഫസ്റ്റ് ഒറിജിൻ എന്ന് പറയുന്നത് നമ്മൾ ഫിക്സ് ചെയ്തു. ബാക്കിയെല്ലാം ഇവിടെ നിന്ന് തന്നെ നമുക്ക് കോർഡിനേറ്റ്സ് നോക്കുക. എന്നിട്ട് ആ കോർഡിനേറ്റ്സ് അനുസരിച്ച് നോഡ് വെക്കുക. അതിനനുസരിച്ച് നമ്മൾ ഡ്രോ പറഞ്ഞ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് വളരെ സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നല്ല
നമുക്ക് എത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ഗ്രാഫ് ആണെങ്കിലും നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനത്തെ ഒരു ഗ്രാഫ് ഉണ്ട് വിചാരിച്ചോ. ഈ എന്താണ് പീറ്റർസൺ ഗ്രാഫ് എന്ന് തന്നെ പറയുക. ഈ ഗ്രാഫ് സുഖമായിട്ട് നിങ്ങൾക്ക് ജിയോജെബ്രയിൽ വരച്ചിട്ട് കോർഡിനേറ്റ്സ് ഫിക്സ് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഈ പോയിന്റ് ഞാൻ ഒറിജിൻ ആയിട്ട് വെക്കാം. എന്നിട്ട് ഈ ഒരു പോയിന്റ് ഒറിജിൻ ആയിട്ട് വെച്ചിട്ട് ബാക്കി ഇതിനനുസരിച്ചിട്ട് നമ്മൾ വരച്ച് വെക്കുക. അതായത് ഇതായിരിക്കണം ഫസ്റ്റ് പോയിന്റ്, എന്നിട്ട് ബാക്കി നമ്മൾ ചെയ്യാം. അല്ലെങ്കിൽ ഇത് ഒറിജിൻ ആയിട്ട് വെക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഒറിജിൻ ആയിട്ട് വെക്കാം. പക്ഷെ എന്ത് ഒറിജിൻ ആയിട്ട് വെക്കുന്നോ അത് അവിടെ തന്നെ, അതായത് നമ്മൾ നോഡിൽ ഫസ്റ്റ് x1 പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ ഫസ്റ്റ് അത് ഒറിജിൻ കൊടുക്കണം എന്ന് ഓർത്താൽ മതി. ഓക്കെ, ആ സംഭവമായി. ഇനി ജസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. ആക്ച്വലി വേറൊരു എന്താണ് പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ ഒരു ചെറിയ സംഭവം കൂടി ഞാൻ സൂചിപ്പിക്കാം. അത് കൂടി കഴിഞ്ഞിട്ട് പ്രോബ്ലം ചെയ്യാം. നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ ടിക്സിന്റെ കൂടെ ഈ ഒരു പാക്കേജും കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാഫ് തിയറിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഗ്രാഫ് തിയറിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് വരയ്ക്കാൻ പറ്റും. അതായത് പല ഇങ്ങനെ എഡ്ജസും അതിന്റെ ജോയിൻ ചെയ്യുന്ന ഗ്രാഫും ഇങ്ങനത്തെ ഗ്രാഫുകളൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട്, അതായത് ഇപ്പോൾ അതിനിപ്പോൾ വെർട്ടെക്സ് വരയ്ക്കണമെങ്കിൽ വെർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ആണ്, എഡ്ജ് വരയ്ക്കണമെങ്കിൽ എഡ്ജ് എന്ന് പറഞ്ഞ കമാൻഡ് ആണ്. അങ്ങനെ കുറച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള കുറച്ച് കമാൻഡ്സ് ഒക്കെ ഉള്ള ഒരു എന്താണ് ഒരു പാക്കേജ് ആണ് അത്. ഓക്കെ, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. പക്ഷെങ്കിൽ അതിന്റെ പ്രശ്നം എന്ന് വെച്ചെങ്കിൽ നമുക്ക് എന്താ പറയാ, ഒരു അധികം അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ അവതരിപ്പിച്ചത്. മറ്റേത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഒരു രസമുള്ള ഒരു ഞാനിവിടെ ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ. ഇതുപോലൊക്കെയാണ് അതിന്റെ എന്താണ് എഡ്ജസ് ഒക്കെ വരിക. സംഭവം നെറ്റ്വർക്ക് തിയറിക്ക് യൂസ് ചെയ്ത സാധനമാണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഇതിലേക്ക് വരാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് വളരെ ബേസിക് ആയിട്ടൊരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഒരുപാട് ഇപ്പൊ ഗ്രാഫ് തിയറിയിൽ തന്നെ ട്രീ വരയ്ക്കണമെങ്കിൽ ട്രീന് തന്നെ ആയിട്ടുള്ള കമാൻഡ് ഉണ്ട്, ഫ്ലോ ചാർട്ട് വരയ്ക്കണമെങ്കിൽ ഫ്ലോ ചാർട്ടിന് അതിനായിട്ട് കമാൻഡ് ഉണ്ട്. ജസ്റ്റ് ഇതേ ടെക്സ്റ്റ് പാക്കേജ് വെച്ചിട്ട് അതിൻ്റെതായ കമാൻഡുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ ഇനി നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ജസ്റ്റ് പ്രോബ്ലം ഞാൻ ഇവിടെ പറയാം. ഞാൻ നേരത്തെ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നു, സെയിം സാധനം തന്നെ. ഗ്രാഫ് തിയറിയിലൊക്കെ ഇങ്ങനത്തെ ഇടയ്ക്ക് കാണാറുണ്ട്. ഇത് എങ്ങനെ വരയ്ക്കാന്നൊക്കെ നോക്കാം. നമ്മൾ ഇത്രയും ഇപ്പൊ നമ്മൾ ഇത്ര കാര്യങ്ങൾ കവർ ചെയ്തത് വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചെങ്കിൽ
ഇതൊരൊറ്റ സിംഗിൾ ടിക്ക് പിക്ചർ ആണ്. സിംഗിൾ പിക്ചർ ആണ്. നമുക്ക് ഒറ്റ പിക്ചറിൽ നമുക്ക് വരയ്ക്കാവുന്ന സാധനമാണ്. പിന്നെ ലെഫ്റ്റിൽ കിടക്കുന്ന ഈ ഒരു എന്താണ് ഷേപ്പ് എന്താണ്? ഒരു എലിപ്സ് ആണ്. റൈറ്റിൽ കിടക്കുന്ന ഈ ഷേപ്പ് എലിപ്സ് ആണ്. എലിപ്സ് നമുക്ക് വരയ്ക്കാൻ അറിയാം നമുക്ക്. ഓക്കെ. പിന്നെ ലെഫ്റ്റിൽ 3 പോയിന്റ് ഉണ്ട്, റൈറ്റിൽ 3, അതായത് 3 നോട്ട്സ് ലെഫ്റ്റിലുണ്ട്, റൈറ്റിൽ 2 നോട്ട്സ് ഉണ്ട്. അതിനെ ജോയിൻ ചെയ്യുന്ന കുറച്ച് ലൈൻസും ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്തു. ഇനി ഞാൻ ഇതിനെ ഒരു എന്താ പറയാ, ഇതിനെ ഒരു ചെറിയ ക്യാൻവാസ് ആയിട്ട് മനസ്സിൽ കാണുന്നു. ഞാൻ ഈ പോയിന്റിനെ ഞാൻ ഒറിജിൻ ആയിട്ട് എടുക്കുന്നു. ഓക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും പോയിന്റ് ഒറിജിൻ എടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ തൽക്കാലം ജസ്റ്റ് ഫോർ സേക്ക് ഓഫ് ഡെമോൺസ്ട്രേഷൻ ഞാൻ ഈ ഒരു പോയിന്റിനെയാണ് ഞാൻ ഒറിജിൻ ആയിട്ട് എടുക്കുന്നത്. ഈ ഒരു പോയിന്റ് ഒറിജിൻ ആകുമ്പോൾ ഞാൻ ഈ മുകളിലത്തെ പോയിന്റ്, അതായത് നേരെ വെർട്ടിക്കൽ പോയിന്റ് ഞാൻ ഒരു എന്തായിരിക്കും ഇപ്പൊ ഏകദേശം 0.3 എന്ന് പറഞ്ഞെടുക്കുക അല്ലേ? 3 യൂണിറ്റ് മുകളിലോട്ട്. ഇത് നേരെ 3 യൂണിറ്റ് താഴോട്ട് എടുത്താൽ നമുക്ക് 0-3 ആയി. ഓക്കെ. ഇനി ലെഫ്റ്റ് സൈഡത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ. ഈ ലെഫ്റ്റ് സൈഡത്തെ ഓക്കെ, നമുക്ക് എല്ലാം ആദ്യം ഓക്കെ. ലെഫ്റ്റ് സൈഡത്തെ നോട്ട്സ് എല്ലാം ഓക്കെ. ഈ ലെഫ്റ്റ് സൈഡിൽ വേറെ എന്താ ഉള്ളത്? എലിപ്സ് അല്ല ഉള്ളത്. ഇനി എലിപ്സ് നമ്മൾ എങ്ങനെയായിരുന്നു? എലിപ്സിന്റെ സെന്റർ ആയിട്ട് ഈ 0-0 എന്നായിട്ട് എടുക്കുക. ഓക്കെ. ഇനി ഇവിടുത്തെ ഒരു എക്സ്, അതായത് വെർട്ടിക്കൽ ഡിസ്റ്റൻസും ഹോറിസോണ്ടൽ ഡിസ്റ്റൻസും നമ്മൾ കൊടുത്താൽ മാത്രം മതി. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വേണമെങ്കിൽ 6 സെന്റിമീറ്റർ, ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് വേണമെങ്കിൽ 2 സെന്റിമീറ്റർ. അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് വരച്ച് നോക്കുമ്പോൾ നമുക്ക് ചെയ്യാം. ഇപ്പൊ ലെഫ്റ്റ് സൈഡ് അടിപൊളി സെറ്റായി. അപ്പൊ നമുക്ക് ആദ്യം ലെഫ്റ്റ് സൈഡ് വരച്ച് വെക്കാം. പുതിയ ടിക്ക് പിക്ചർ തുടങ്ങാം. ആദ്യം നമുക്ക് ലെഫ്റ്റ് സൈഡത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ എന്തായിരുന്നു ആദ്യം നമുക്ക് വേണ്ടത്? 3 നോട്ട്സ് അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ ചുമ്മാ ലെഫ്റ്റ് സൈഡ് ഓക്കെ. ലെഫ്റ്റ് സൈഡത്തെ കാര്യങ്ങൾ ഇവിടെ ഞാനിവിടെ ചുമ്മാ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചുമ്മാ എഴുതിയതാണ്. നമ്മൾ തൊട്ട് മുന്നേ അത് എന്ത് എഴുതുമ്പോഴും അതിന് മുന്നേ നമുക്കൊരു പെർസെൻറ്റേജ് സിമ്പിൾ ഉണ്ടെങ്കിൽ എന്താണ്, നമുക്ക് അതിന് ശേഷം ടൈപ്പ് ചെയ്തൊന്നും നമ്മൾ ഡോക്യുമെന്റിൽ വരില്ല. അത് ജസ്റ്റ് ഒരു എന്താണ് ഡോർമെന്റ് ആയിട്ട് അവിടെ കിടന്നോളും, ആക്റ്റീവ് അല്ല. ഓക്കെ. നെക്സ്റ്റ് ലൈനിൽ എഴുതാനൊക്കെ വരും കേട്ടോ. ഇപ്പൊ നമ്മൾ അടുത്ത ലൈനിൽ നമ്മൾ ലെഫ്റ്റ് സൈഡത്തെ നോഡുകളൊക്കെ എഴുതാൻ തുടങ്ങാം. ഓക്കെ. ലെഫ്റ്റ് സൈഡിൽ 3 നോഡാണ് ഞാൻ x1 x2 x3 പറഞ്ഞിട്ട് ഡിഫൈൻ ചെയ്തു. അതായത് ഫസ്റ്റ് x1 എന്താണ്? ഇതാണ് നമ്മുടെ x1. നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ നോഡിന്റെ എന്താ ഷേപ്പ് സർക്കിൾ ആണ്, ബ്ലാക്ക് കളറാണ്, ബോർഡർ ബ്ലാക്ക് കളറാണ്, ഫില്ല് ചെയ്തേക്കുന്ന ബ്ലാക്ക് കളറിലാണ്. ഇന്നർ എന്താണ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ ആണ്. അതായത് ചെറിയ വട്ടം കിട്ടാൻ വേണ്ടി ഞാൻ 1 മില്ലിമീറ്റർ കൊടുത്തേക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ മോഡിഫൈ ചെയ്ത് നോക്കാം, പല ലെങ്ത്തിൽ ചെയ്ത് നോക്കാം. അതിന്റെ ലേബൽ എന്താ കൊടുത്തേക്കുന്നത്? ലേബൽ നമ്മൾ നേരത്തെ പഠിച്ച സിൻടാക്സ് വെച്ചിട്ട് ലേബൽ കൊടുത്തു x1 എന്ന് പറഞ്ഞ്. അതിന്റെ ലെഫ്റ്റ് സൈഡിലാണ് എനിക്ക് വേണ്ടത്, അതുകൊണ്ട് 180 ഡിഗ്രി കൊടുത്തു. 180 ഡിഗ്രി ഇങ്ങനെ കൊടുത്ത് വന്നതെന്നൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്ക് ചോദിക്കാം കേട്ടോ. x1 കൊടുത്തു. ഇത് റെഫറൻസ് ആണ്. റെഫറൻസ് നിങ്ങൾക്ക് എന്തും വേണമെങ്കിൽ കൊടുക്കാം. അതിപ്പോ ഇവിടെ ബോധേഡ് ആവേണ്ട കാര്യമില്ല. ഇപ്പൊ എന്റെ കോർഡിനേറ്റ് എന്താ? 0-0 ഒറിജിൻ ആണ്. ഇതാണ് x1 0-0 പറഞ്ഞ ഒറിജിൻ. ഞാൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഇത് ഒറിജിനിൽ വെച്ചിട്ട് നമ്മൾ വരച്ചു. ഇനി ഇത് x2 എന്തായിരിക്കും? സെയിം സാധനം തന്നെ, എന്താണ് 0-3ലും x3 എന്താണ് 0-3ലും വെച്ച് വരച്ചതാണ്. x3 0-3. ഓക്കെ.
ഓക്കെ അല്ലേ? ഇവിടെ നമ്മൾ എക്സിബിറ്റിംഗ് ലേബൽ വേറെ കൊടുത്തിട്ടില്ല. കാരണം എന്താ, നമുക്ക് പുറത്താണ് ലേബൽ വരേണ്ടത്. അപ്പൊ ഈ കേളി ബ്രാക്കറ്റ് നമ്മൾ വെറുതെ ഇട്ടേക്കുക. ഇനി നമുക്ക് എലിപ്സും കൂടി വേണം. എലിപ്സ് എന്തായിരുന്നു? എലിപ്സിന് നമ്മൾ സെന്റർ എന്താ വെക്കുന്നത് എന്താ നേരത്തെ നമ്മുടെ പ്ലാനിങ്ങിൽ നമ്മളിപ്പോ ഗ്രാഫ് തിയറിയിൽ എന്ത് വരയ്ക്കുമ്പോഴും വ്യക്തമായ ആദ്യം കാർട്ടീഷ്യൻ പ്ലെയിനിൽ ഒരു പ്ലാനിങ് നടത്തിയിട്ട് വേണം നമ്മൾ വരയ്ക്കാൻ. അതെപ്പോഴും ആലോചിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലാനിങ്ങിൽ എലിപ്സിന്റെ സെന്റർ എന്തായിരുന്നു? 0 ആയിരുന്നു അല്ലേ? ഈ സെന്റർ വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് വരയ്ക്കാം. ഡ്രോ സെന്റർ എന്തായിരുന്നു? 0 സെന്റിമീറ്റർ തൽക്കാലം കൊടുത്തു നോക്കാം. ഇനി വെർട്ടിക്കൽ ഡിസ്റ്റൻസ് നമുക്കൊരു 5 സെന്റിമീറ്ററും കൊടുത്തു നോക്കാം. നമുക്ക് എന്താ വരുന്നതെന്നൊക്കെ നോക്കാം. ഓക്കെ ആണ്? ഓക്കെ, ഏകദേശം ഓക്കെ ആണ് അല്ലേ? ഒരു രസമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡ് ഓക്കെ ആയി. ഇനി ഇതേപോലെ നമുക്ക് റൈറ്റ് സൈഡും വരയ്ക്കണം. ലെഫ്റ്റ് സൈഡ് ഓക്കെ, ഇത് റൈറ്റ് സൈഡ് എന്താ? ഇതാണ് നമ്മുടെ ഒറിജിൻ. അതായത് നമ്മള് ഗ്രാഫ് ഒക്കെ വരയ്ക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിൻ വരിക അല്ലേ? അപ്പോ ഈ പോയിന്റ് എന്താണ്? ഇവിടുന്ന് ഒരു അത്യാവശ്യം യൂണിറ്റ് റൈറ്റിലോട്ടേക്ക്. ഇപ്പൊ നമുക്കിപ്പോ ഏകദേശം എത്ര യൂണിറ്റ് വേണ്ടി വരും? അപ്പൊ ഇത് ഒരു 3 യൂണിറ്റ് കൊടുത്തു. അപ്പൊ ഇതൊരു നമുക്കൊരു 5 യൂണിറ്റ് ഡിസ്റ്റൻസിൽ ഇപ്പുറത്തോട്ടേക്ക് വെക്കാം നമുക്ക്. അപ്പൊ ഇത് നമുക്കൊരു 5 യൂണിറ്റ് റൈറ്റിലോട്ടേക്ക് വെക്കാം. അപ്പൊ 5 0, അതായത് എക്സ് ആക്സിസ് മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. എക്സ് ആക്സിലൂടെ പോകുന്നു, റൈറ്റ് സൈഡിലോട്ട് 5 0. ഇത് നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് നമ്മുടെ റെഫറൻസിന് വേണ്ടിയിട്ട് മാത്രം. അപ്പൊ നമുക്ക് വേണ്ട പോയിന്റ് ഏതാ? മുകളിലത്തെയും താഴത്തെയും 2 പോയിന്റ്. അപ്പൊ 5 0ന് തൊട്ട് മേലെ ഇപ്പൊ വേണമെങ്കിൽ ഒരു 5 2 കൊടുക്കാം. അപ്പൊ ഇതെന്താ? 5 -2 അല്ലേ? 5 0ന് തൊട്ട് മേലെ 5 2, 5 0ന് നേരെ അതേ ലെങ്ത് തൊട്ട് താഴെ 5 -2. അപ്പൊ 5 0 നമുക്ക് ആവശ്യമൊന്നുമില്ലായിരിക്കും. അയ്യോ, അതവിടെ കിടക്കട്ടെ. 5 0 നമുക്ക് ആവശ്യമില്ല, നമുക്ക് 5 2, 5 -2 ആണ് വേണ്ടത്. അപ്പൊ നമുക്ക് 2 പുതിയ നോഡ് വരയ്ക്കാം. അപ്പൊ റൈറ്റ് സൈഡ് കാര്യങ്ങൾ നേരത്തെ എഴുതിയ പോലെ ഞാൻ റൈറ്റ് സൈഡ് സ്റ്റഫ് എന്നായിരുന്നു. റൈറ്റ് സൈഡ് സ്റ്റഫ്. റൈറ്റ് സൈഡിൽ 2 നോഡ് വരയ്ക്കണ്ട നമുക്ക്. ഇതിന് ഞാൻ ലേബൽ ചെയ്യുന്നില്ല. ലേബൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതാണ്. റൈറ്റ് സൈഡിൽ 2 നോഡ് വരച്ചു, സെയിം സൈസുള്ള 2 നോഡ്. അതായത് സർക്കിൾ ആണ്, നേരത്തെ അതേ പറഞ്ഞ സെയിം സാധനം തന്നെ. പക്ഷെ കോർഡിനേറ്റ് 5 2 അല്ല നമ്മൾ ഡിസ്കസ് ചെയ്ത്. യെസ്, 5 2 തന്നെ കറക്റ്റ്. സെക്കൻഡ്, അതായത് പിന്നെന്താണ്? സെക്കൻഡ്, അതായത് തൊട്ട് താഴെയുള്ള കോർഡിനേറ്റ് ഏതാണ്? 5 -2. 5 2ലും 5 -2ലും 2 നോഡ് അങ്ങ് വരച്ചു നമ്മൾ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ എന്താ വേണ്ടത്? ഇനി ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു എലിപ്സ് വേണം. റൈറ്റ് സൈഡിൽ എലിപ്സ് നമുക്ക് എന്ത് സെന്റർ ചെയ്യാം? ഇതിനല്ലേ സെന്റർ. ഈ സെന്റർ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു എലിപ്സ് വരയ്ക്കാം. ഓക്കെ, ഇതായിരുന്നു സെന്റർ. എന്താ? 5 0 ആയിരുന്നു സെന്റർ. ഓക്കെ, അപ്പൊ ഡ്രോ സെന്റർ 5 0 അല്ലേ? 5 0 5 0 2 തന്നെ കൊടുക്കാം. 2 സെന്റിമീറ്ററിന് കൊടുക്കാം. വെർട്ടിക്കൽ നമുക്ക് കുറച്ച് കുറയ്ക്കാം, 3 സെന്റിമീറ്റർ വെക്കാം. നമുക്ക് എങ്ങനെ വരും നമുക്ക് അറിയത്തില്ല, നമുക്ക് നോക്കി വെക്കാം. നേരത്തെ 5 സെന്റിമീറ്റർ ഇങ്ങനെ വന്നു, ഇത് കുഴപ്പമില്ല. ഓക്കെ, ഇത് കുഴപ്പമില്ല, ഉഷാറാണ്. അപ്പൊ റൈറ്റ് സൈഡ് നമ്മൾ ഓക്കെ. ഇനി നമുക്ക് എന്താണ്? അവരെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന ലൈനുകൾ വരയ്ക്കണം അല്ലേ? ഇനി എഡ്ജസ് അല്ലേ? ഇനി എഡ്ജസ് തന്നെ നമുക്ക് വരയ്ക്കാം. ഈ എന്തൊക്കെയായിരുന്നു എഡ്ജസ്? ഈ ഏറ്റവും എന്താ റൈസറോ, ഈ ഏറ്റവും ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും മുകളിലുള്ള എന്തായിരുന്നു? x2 അല്ലേ? x3, ഇത് x1 അല്ലേ കൊടുത്തേക്ക? x2നെ റൈറ്റ് സൈഡ് ഏറ്റവും താഴത്തേക്കുള്ളത് കൊടുക്കണം. അപ്പൊ എന്താ ചെയ്യാ? നമ്മൾ ചെയ്യുന്ന ഡ്രോ
ഈ x1ന്റെ x1 അല്ലേ അല്ല x1 അല്ലേ x2നെ നമ്മൾ താഴത്തേക്ക് കൊടുക്കുക അല്ലേ? x2നെ താഴത്തേക്ക് കൊടുക്കുക. x2ന്റെ കോർഡിനേറ്റ് എന്തായിരുന്നു? x2ന്റെ കോർഡിനേറ്റ് 0,3 അല്ല, x2ന്റെ കോർഡിനേറ്റ് 0,3. അപ്പൊ 0,3യിൽ നിന്ന് എങ്ങോട്ടേക്കായിരുന്നു നമ്മുടെ താഴോട്ടേക്ക്, റൈറ്റ് സൈഡ് താഴോട്ടേക്ക്, റൈറ്റ് സൈഡ് താഴോട്ട് തന്നെ 5 - 2 അല്ലേ? നിങ്ങൾ 5 - 2 നമ്മൾ വരച്ചിട്ട് എപ്പോഴും ഒരു പേപ്പറിൽ വരച്ച് വെക്കുക, അല്ലെങ്കിൽ ജിയോജിബ്രയിൽ ഇതുപോലെ വരച്ച് വെച്ചിട്ട് നമ്മൾ കോർഡിനേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അത് ലൈൻ വീഴുന്നുണ്ടോ നോക്കാം. കണ്ടോ, ലൈൻ വന്നു. അതൊന്ന് തിക്ക് ആക്കാൻ വിചാരിച്ചു, നമുക്ക് തിക്ക് ആക്കാം. കുറച്ച് വളരെ ലൈറ്റ് ലൈൻ ആയിട്ട് തിക്കായിട്ട് വരയ്ക്കുന്നത് ഇതാ, തിക്കായി വരച്ചു. ഇനി ഇതേപോലെ ബാക്കി ലൈനുകൾ നമുക്ക് ജോയിൻ ചെയ്യാവുന്നേ ഉള്ളൂ, ബാക്കി ഞാൻ ഇവിടെ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ വരച്ചു. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കാവുന്ന ഒരു സംഭവം എന്ന് വെച്ചെങ്കിൽ, ഇങ്ങനെ കെർവ് ആയിട്ടുള്ള ലൈൻ എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് സ്വന്തമായിട്ട് ഗൂഗിളൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിക്കാവുന്നതാണ്. ചില ഗ്രാഫിലൊക്കെ ഇങ്ങനെ ലൈനെല്ലാം കാണാറുണ്ട്. അതെങ്ങനെ വരയ്ക്കും, പിന്നെ ലൂപ്പ് എങ്ങനെ വരയ്ക്കും, ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുമായി. അപ്പൊ ഏകദേശം ഇതെല്ലാം കൂടി ഒറ്റയടിക്ക് ഇത് പറഞ്ഞുകൊണ്ട് എത്ര കണ്ട് മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. ഏകദേശം ഒരു ചെറിയൊരു ടിക്സിലേക്ക് ഒരു ഇൻട്രഡക്ഷൻ ആയി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ മെയിൽ ഐ ഡി മിസ്സൊക്കെ അറിയണം. ഏതാ, ഗൂഗിൾ മീറ്റിലുണ്ടാവും എൻ്റെ മെയിൽ ഐ ഡി. ആ മെയിൽ അയക്കാം, അല്ലെങ്കിൽ മിസ്സിനോട് പറഞ്ഞാലും മതി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു. ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ റെക്കോർഡ് ആയോ എന്ന് എനിക്ക് വലിയ ധാരണയില്ല. നമുക്ക് നോക്കാം. റെക്കോർഡ് ആയിട്ടുണ്ടെങ്കിൽ ആ റെക്കോർഡ് വീഡിയോ ഒരു നമുക്ക് ഒപ്പിക്കാവുന്ന. ഓക്കെ, ജെൻസി ടീച്ചറെ, ടീച്ചർ പോയോ? ആർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എക്സ്ക്യൂസ് മീ, ആ, ഹലോ, കേൾക്കാമോ? ആ ഓക്കെ. ഇതില് എക്സ് ആൻഡ് വൈ ആക്സിസ് എങ്ങനെ വരയ്ക്കാം? നമ്മളിപ്പോ ക്യാൻവസ് ഒക്കെ ജസ്റ്റ് 0 പോയിന്റ് മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ. എക്സ് ആൻഡ് വൈ, അത് എക്സ് വരയ്ക്കാം. അതായത് നമുക്ക് അതിന് ഗ്രിഡ് വെച്ചിട്ട് വേണം വരയ്ക്കാൻ. ഗ്രിഡ് വേണോ, അത് വെറുതെ വരച്ചാൽ മതിയോ? വെറുതെ വെച്ചാൽ മതി. വെറുതെ വരയ്ക്കാം. അപ്പൊ നമ്മള് നമുക്കിപ്പോ ഒരു എക്സ് ആൻഡ് വൈ എക്സ് അല്ലേ വേണ്ടുള്ളൂ. ഇത് നമ്മുടെ ഒറിജിൻ. ഇത് നമ്മുടെ ഒറിജിൻ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു നോഡ് ഫിക്സ് ചെയ്യുന്നു.